നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പർ 2024 മെയ് 6 ചോദിച്ച ഡ്രൈവർ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് വരുന്നത് 53/2024 ആണ് കേട്ടോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുവാനുള്ള വിഭവങ്ങളുണ്ട്, എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാനില്ലതാനും. ആരുടെ വാക്കുകളാണിവ? അത് ഓപ്ഷൻ ഡി മഹാത്മാഗാന്ധിയുടെയാണ് കേട്ടോ. എന്താണ്? നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുവാനുള്ള വിഭവങ്ങളുണ്ട്, എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാനില്ലതാനും. ആരുടെ വാക്കുകളാണിത്? അത് മഹാത്മാഗാന്ധിയുടെയാണ് കേട്ടോ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയ ദിവസം. ഓപ്ഷൻ പറയാം. ഓപ്ഷൻ എ ഓഗസ്റ്റ് 15, ഓപ്ഷൻ ബി ജനുവരി 26, ഓപ്ഷൻ സി നവംബർ 26, ഓപ്ഷൻ ഡി ഒക്ടോബർ 2. ഏതാ? അത് ഓപ്ഷൻ സി നവംബർ 26 ആണ് കേട്ടോ. ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയ ദിവസമാണ് നവംബർ 26. ഇനി ദേശീയ നിയമ ദിനമായി ഭാരതത്തിൽ ആചരിക്കുന്നത് എന്നാണ്? ദേശീയ നിയമ ദിനമായി ഭാരതത്തിൽ ആചരിക്കുന്ന ദിവസം അത് നവംബർ 26 ആണ്. ഇനി ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന വർഷം എന്നാണ്? ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന വർഷം അത് 1950 ജനുവരി 26-നാണ്. 1950 ജനുവരി 26-നാണ് ഇന്ത്യ റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കപ്പെട്ടത് എന്നാണ്? 1950 ജനുവരി 26-നാണ് കേട്ടോ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വൈകുണ്ഠ സ്വാമിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ കണ്ടെത്തുക. ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് ബ്രിട്ടീഷ് ഭരണത്തെ വെൺനീച ഭരണം എന്ന് വിശേഷിപ്പിച്ചു. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് പ്രാചീന മലയാളം എന്ന കൃതി രചിച്ചു. മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന നിലപാട്. നാലാമത് പറഞ്ഞിരിക്കുന്നത് കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചു. അപ്പം ഇവിടെ ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ എ ആണ്. 1ഉം 3ഉം മാത്രമാണ് വൈകുണ്ഠസ്വാമികളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ. ഏതൊക്കെയാണ്? ബ്രിട്ടീഷ് ഭരണത്തെ വെൺനീച ഭരണം എന്ന് വിശേഷിപ്പിച്ചു. ഇനി വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന നിലപാട്. അതാരുടെയാണ്? അത് വൈകുണ്ഠസ്വാമികളുടെയാണ്. ഇനി വൈകുണ്ഠസ്വാമികൾ ജനിച്ചത് എവിടെയാണ്? വൈകുണ്ഠസ്വാമികൾ ജനിച്ചത് അത് ശാസ്താംകോയിൽ കന്യാകുമാരിയാണ് കേട്ടോ. ഇനി കേരളത്തിലെ ആദ്യകാല സാമൂഹിക പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്നു വൈകുണ്ഠസ്വാമികൾ. എന്താണ്? കേരളത്തിലെ ആദ്യകാല സാമൂഹിക പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്നു വൈകുണ്ഠസ്വാമികൾ. ഇനി സമപന്തി ഭോജനം സംഘടിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? സമപന്തി ഭോജനം സംഘടിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണെന്ന് വെച്ചാൽ അത് വൈകുണ്ഠസ്വാമികളാണ്. ഇനി സാമൂഹിക പരിഷ്കരണ പ്രവർത്തനത്തിന് വേണ്ടി സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ച ആരാണ്? സമത്വ സമാജം അത് വൈകുണ്ഠസ്വാമികളാണ്. 1836 കേട്ടോ. ഇനി വേല ചെയ്താൽ കൂലി കിട്ടണം എന്നത് ആരുടെ വാക്കുകളാണ്? അത് വൈകുണ്ഠസ്വാമികളുടെയാണ്. ഇനി പ്രാചീന മലയാളം വേദാധികാര നിരൂപണം ആരുടെ കൃതികളാണ്? വേദാധികാര നിരൂപണം പ്രാചീന മലയാളം അത് ചട്ടമ്പി സ്വാമികളുടെയാണ് കേട്ടോ. പ്രാചീന മലയാളം വേദാധികാര നിരൂപണം ഒക്കെ ചട്ടമ്പി സ്വാമികളുടെയാണ്. ഇനി വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ. ഇത് ആരുടെ വാക്കുകളാണ്? വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് പറഞ്ഞ വ്യക്തിയാണ് ചട്ടമ്പി സ്വാമികൾ കേട്ടോ. ഇനി കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ച നവോത്ഥാന നായകൻ ആരാണ്? കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ച നവോത്ഥാന നായകൻ ആരാണ്? അത് സ്വാമി വിവേകാനന്ദനാണ് കേട്ടോ. സ്വാമി വിവേകാനന്ദനാണ്. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ, ശ്രീനാരായണ ഗുരു അവസാനം നടത്തിയ പ്രതിഷ്ഠ എവിടെയാണ്? ഓപ്ഷൻ എ കാരമുക്ക് ക്ഷേത്രം, ഓപ്ഷൻ ബി അരുവിപ്പുറം, ഓപ്ഷൻ സി ശിവഗിരി, ഓപ്ഷൻ ഡി കളവൻകോട്. അത് ഓപ്ഷൻ ഡി കളവൻകോടാണ് കേട്ടോ. ശ്രീനാരായണ ഗുരു അവസാനം നടത്തിയ പ്രതിഷ്ഠ എവിടെയാണ്? അത് കളവൻകോടാണ്. ഇനി ഗുരുവിന്റെ പ്രധാന ക്ഷേത്ര പ്രതിഷ്ഠകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് അരുവിപ്പുറം ശിവലിംഗ പ്രതിഷ്ഠ, കാരമുക്ക് ക്ഷേത്രത്തിലെ ദീപ പ്രതിഷ്ഠ, ശിവഗിരിയിലെ ശാരദാ പ്രതിഷ്ഠ കേട്ടോ. ശ്രീനാരായണ ഗുരുവിന്റെ പ്രധാന ക്ഷേത്ര പ്രതിഷ്ഠകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാല് അത് അരുവിപ്പുറത്തെ ശിവലിംഗ പ്രതിഷ്ഠ, വർഷം 1888. ഇനി കാരമുക്ക് ക്ഷേത്രത്തിലെ ദീപപ്രതിഷ്ഠ ഏതാണ്? കാരമുക്ക് ക്ഷേത്രത്തിലെ ദീപപ്രതിഷ്ഠ. ഇനി അടുത്തതാണ് ശിവഗിരിയിലെ ശാരദ പ്രതിഷ്ഠ. ഇനി ഗുരുവിന്റെ അവസാന പ്രതിഷ്ഠ നടന്നത് അത് കളവൻകോട് ആലപ്പുഴയാണ് കേട്ടോ. ഗുരുവിന്റെ അവസാന പ്രതിഷ്ഠ നടന്ന സ്ഥലം എവിടെയാണ്? അത് കളവൻകോട് ആലപ്പുഴയാണ്. ഇനി കളവൻകോട് ഗുരു പ്രതിഷ്ഠിച്ചത് ഓം എന്നെഴുതിയ കണ്ണാടിയാണ്. എന്താണ്? കളവൻകോട് ഗുരു പ്രതിഷ്ഠിച്ചത് എന്താണ്? ഓം എന്നെഴുതിയ കണ്ണാടിയാണ് കേട്ടോ. ഇനി ശ്രീനാരായണ ഗുരുവിന്റെ പ്രധാന കൃതികൾ ഏതൊക്കെയാണ്? ആത്മോപദേശ ശതകം, ദർശനമാല, ദൈവദശകം. ഇതൊക്കെ ആരുടെ കൃതികളാണ്?
അത് ശ്രീനാരായണ ഗുരുവിന്റെ ആണ് കേട്ടോ. ആത്മോപദേശ ശതകം, ദർശനമാല, ദൈവദശകം ഇതൊക്കെ ശ്രീനാരായണ ഗുരുവിന്റെ പ്രധാന കൃതികളാണ്. ഇനി ആലുവയിൽ സർവമത സമ്മേളനം വിളിച്ചു ചേർത്ത നവോത്ഥാന നായകൻ ആരാണ്? ആലുവയിൽ സർവമത സമ്മേളനം വിളിച്ചു ചേർത്ത നവോത്ഥാന നായകൻ ആരാണെന്ന് ചോദിച്ചാൽ അത് ശ്രീനാരായണ ഗുരുവാണ് കേട്ടോ. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് ഒന്നാം ലോക മഹായുദ്ധകാലത്ത് യുദ്ധവിരുദ്ധ ജാഥ നടത്തി. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് സാമൂഹിക പിന്നോക്കാവസ്ഥ പരിഹരിക്കാനുള്ള മാർഗം വിദ്യാഭ്യാസമാണ്. മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് പാട്ടുകളിലൂടെയാണ് തന്റെ ആശയം പ്രചരിപ്പിച്ചത്. നാലാമത് പറഞ്ഞിരിക്കുന്നത് വില്ലുവണ്ടി യാത്ര നടത്തി. അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. 1ഉം 3ഉം മാത്രമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ കേട്ടോ. ഒന്നാം ലോക മഹായുദ്ധ കാലത്ത് യുദ്ധവിരുദ്ധ ജാഥ നടത്തി. ഇനി അദ്ദേഹം പാട്ടുകളിലൂടെയാണ് തന്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചത്. ഇനി വില്ലുവണ്ടി യാത്ര ആരുടെയാണ്? വില്ലുവണ്ടി യാത്ര അയ്യങ്കാളിയുടെയാണ് കേട്ടോ. വില്ലുവണ്ടി യാത്ര അയ്യങ്കാളി 1893. ഇനി പൊയ്കയിൽ കുമാര ഗുരുദേവൻ ജനിച്ചത് എവിടെയാണ്? ജനനം ഇരവിപേരൂർ തിരുവല്ലയാണ് കേട്ടോ. ജനിച്ചത് ഇരവിപേരൂർ തിരുവല്ലയാണ്. ഇനി പാട്ടുകളിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയും ആശയങ്ങൾ പ്രചരിപ്പിച്ച നവോത്ഥാന നായകനാണ് കുമാര ഗുരുദേവൻ. ഇനി പൊയ്കയിൽ അപ്പച്ചൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ആരാണ്? പൊയ്കയിൽ അപ്പച്ചൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് കുമാര ഗുരുദേവനാണ് കേട്ടോ. പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവൻ രൂപീകരിച്ച സംഘടന ചോദിച്ചാൽ അത് പ്രത്യക്ഷ രക്ഷാ ദൈവസഭയാണ് കേട്ടോ. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ ആരുടെയാണ്? അത് പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവന്റെയാണ് കേട്ടോ. വർഷം 1909. ഇനി പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ ആസ്ഥാനം ചോദിച്ചാല് ഇരവിപേരൂർ പത്തനംതിട്ടയാണ് കേട്ടോ. ഇരവിപേരൂർ പത്തനംതിട്ട. ഇനി PRDS-ന്റെ മുഖപത്രം ഏതാണ്? പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ മുഖപത്രം ചോദിച്ചാൽ അത് ആദ്യാർ ദീപമാണ് കേട്ടോ. ആദ്യാർ ദീപം. ഇനി പൊയ്കയിൽ യോഹന്നാൻ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട വർഷങ്ങൾ എന്നൊക്കെയാണ്? പൊയ്കയിൽ യോഹന്നാൻ ശ്രീമൂലം പ്രജാസഭ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട വർഷങ്ങള് 1921 1931 ആണ് കേട്ടോ. 1921 1931. ഇനി ഒന്നാം ലോക യുദ്ധകാലത്ത് ശ്രീ കുമാര ഗുരുദേവന്റെ നേതൃത്വത്തിൽ ഒരു യുദ്ധവിരുദ്ധ ജാഥ നടത്തി. എവിടം മുതൽ എവിടം വരെയാണ്? ഒന്നാം ലോക യുദ്ധകാലത്ത് ശ്രീ കുമാര ഗുരുദേവന്റെ നേതൃത്വത്തിൽ ഒരു യുദ്ധവിരുദ്ധ ജാഥ നടത്തിയത് എവിടം മുതൽ എവിടം വരെയാണ്? അത് മാരംകുളം മുതൽ കുളത്തൂർ കുന്ന് വരെയാണ് കേട്ടോ. മാരംകുളം മുതൽ കുളത്തൂർ കുന്ന് വരെയാണ്. ഇനി യുദ്ധവിരുദ്ധ ജാഥയുടെ മുദ്രാവാക്യം എന്ന് പറയുന്നത് സമാധാനം ലോകത്തിന് സമാധാനം. എന്താണ്? സമാധാനം ലോകത്തിന് സമാധാനം എന്ന് പറയുന്നത് ആ യുദ്ധവിരുദ്ധ ജാഥയുടെ പ്രധാന മുദ്രാവാക്യമായിരുന്നു കേട്ടോ. ആറാമത്തെ ക്വസ്റ്റ്യൻ, ആധുനിക കാലഘട്ടത്തിൽ കേരളത്തിൽ പ്രവർത്തിച്ചിരുന്ന മിഷണറി സംഘങ്ങൾ. ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് ലണ്ടൻ മിഷൻ സൊസൈറ്റി. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് സെർവന്റ് ഓഫ് ഇന്ത്യ സൊസൈറ്റി. മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ. നാലാമത് പറഞ്ഞിരിക്കുന്നത് മുസ്ലിം ഐക്യ സംഘം. അപ്പം ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് 1ഉം 3ഉം ആണ്. ഓപ്ഷൻ എ ആണ്. 1ഉം 3ഉം ആണ്. ലണ്ടൻ മിഷൻ സൊസൈറ്റിയും ബാസൽ ഇവാഞ്ചലിക്കൽ മിഷനുമാണ് കേട്ടോ. ആധുനിക കാലഘട്ടത്തിൽ കേരളത്തിൽ പ്രവർത്തിച്ചിരുന്ന മിഷനറി സംഘങ്ങളാണ് ലണ്ടൻ മിഷൻ സൊസൈറ്റിയും ബാസൽ ഇവാഞ്ചലിക്കൽ മിഷനും. ഇനി ലണ്ടൻ മിഷൻ സൊസൈറ്റി അഥവാ LMS പ്രവർത്തന മേഖല എവിടെയായിരുന്നു? ലണ്ടൻ മിഷൻ സൊസൈറ്റിയുടെ പ്രവർത്തന മേഖല ചോദിച്ചാല് അത് തിരുവിതാംകൂർ ആണ് കേട്ടോ. തിരുവിതാംകൂർ. ചർച്ച് മിഷൻ സൊസൈറ്റിയുടെ പ്രവർത്തന മേഖല ചോദിച്ചാല് അത് കൊച്ചിയും തിരുവിതാംകൂറും ആണ് കേട്ടോ. കൊച്ചിയും തിരുവിതാംകൂറും. ഇനി ബാസൽ ഇവാഞ്ചലിക്കൽ മിഷന്റെ പ്രവർത്തന മേഖല മലബാർ ആണ് കേട്ടോ. മലബാർ. ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ നവോത്ഥാന നായകരും അവർ സ്ഥാപിച്ച പ്രസ്ഥാനങ്ങളും സംബന്ധിച്ച ശരിയായ ജോഡി കണ്ടെത്തുക. ഞാൻ പ്രസ്ഥാനങ്ങൾ പറയാം, അവരുമായി ബന്ധപ്പെട്ട വ്യക്തികൾ പറയണം കേട്ടോ. കേരള മുസ്ലിം ഐക്യ സംഘം ആരുടെയാണ്? കേരള മുസ്ലിം ഐക്യ സംഘം സ്ഥാപിച്ചത് അത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് കേട്ടോ. വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. ഇനി സാധുജന പരിപാലന സംഘം ആരുടെയാണ്? സാധുജന പരിപാലന യോഗം അത് അയ്യൻകാളിയുടെയാണ്. സമത്വ സമാജം ആരുടെയാണ്? സമത്വ സമാജം അത് വൈകുണ്ഠ സ്വാമികളുടെയാണ്. ഇനി ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ആരുടെയാണ്? ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിച്ചത് ശ്രീനാരായണ ഗുരുവാണ്. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഇപ്പൊ വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്ഥാപിച്ചതാണ് കേരള മുസ്ലിം ഐക്യ സംഘം.
അയ്യങ്കാളി സ്ഥാപിച്ചതാണ് സാധുജന പരിപാലന സംഘം. വർഷം എന്നാണ് സാധുജന പരിപാലന സംഘം സ്ഥാപിച്ച വർഷം? 1907. 1907. ഇനി വൈകുണ്ഠ സ്വാമികൾ സ്ഥാപിച്ച സംഘടന ഏതാണ്? അത് സമത്വ സമാജമാണ്. വർഷം എന്നാണ്? 1836. ഇനി ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച പ്രസ്ഥാനമാണ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗ അഥവാ SNDP. 1903 മെയ് 15 കേട്ടോ. 1903 മെയ് 15 SNDP സ്ഥാപിതമാവുന്നത്. ഇനി 8ാമത്തെ ക്വസ്റ്റ്യൻ. 1940 ജൂലൈ 31 ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായുള്ള ബന്ധം. ഓപ്ഷൻ എ, ഭഗത് സിംഗിനെ തൂക്കിലേറ്റി. ഓപ്ഷൻ ബി, രണ്ടാം ലോക മഹായുദ്ധം ആരംഭിച്ചു. ഓപ്ഷൻ സി, ഉദ്ധം സിംഗിനെ വധശിക്ഷയ്ക്ക് വിധേയനാക്കി. ഓപ്ഷൻ ഡി, ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ആരംഭിച്ചു. അത് ഓപ്ഷൻ സി, ഉദ്ധം സിംഗിനെ വധശിക്ഷയ്ക്ക് വിധേയനാക്കി കേട്ടോ. 1940 ജൂലൈ 31 എന്താണ്? ഉദ്ധം സിംഗിനെ വധശിക്ഷയ്ക്ക് വിധേയനാക്കി. ഇനി രണ്ടാം ലോക മഹായുദ്ധം കാലഘട്ടം എന്നാണ്? രണ്ടാം ലോക മഹായുദ്ധം കാലഘട്ടം എന്നാണ്? അത് 1939 തൊട്ട് 1945 വരെയാണ് കേട്ടോ. 1939 തൊട്ട് 1945 വരെയാണ് കേട്ടോ. ഇനി ക്വിറ്റ് ഇന്ത്യ സമരം വർഷം എന്നാണ്? ക്വിറ്റ് ഇന്ത്യ സമരം അത് 1942. 1942. ഇനി ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ വൈസ്രോയി ആരായിരുന്നു? ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ വൈസ്രോയി ആരായിരുന്നു? അത് ലിൻ ലിത്ഗോ പ്രഭു ആയിരുന്നു കേട്ടോ. ലിൻ ലിത്ഗോ പ്രഭു ആയിരുന്നു. ഇനി ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അത് ജവഹർലാൽ നെഹ്റു ആണ് കേട്ടോ. ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. ഇനി ക്വിറ്റ് ഇന്ത്യ എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ച വ്യക്തി ആരാണ്? ക്വിറ്റ് ഇന്ത്യ എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ച വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അത് യൂസഫ് മെഹ്റലി ആണ് കേട്ടോ. യൂസഫ് മെഹ്റലി ആണ്. ഇനി ക്വിറ്റ് ഇന്ത്യ ദിനം എന്നായിരുന്നു? ക്വിറ്റ് ഇന്ത്യ ദിനം എന്നായിരുന്നു? അത് ഓഗസ്റ്റ് 9 കേട്ടോ. ഓഗസ്റ്റ് 9. ഇനി ക്വിറ്റ് ഇന്ത്യ സമര നായകൻ ആരാണ്? ക്വിറ്റ് ഇന്ത്യ സമര നായകൻ എന്നറിയപ്പെടുന്നത് അത് ജയപ്രകാശ് നാരായണനാണ് കേട്ടോ. ജയപ്രകാശ് നാരായണൻ. ഇനി ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്നത് അരുണ ആസിഫ് അലി ആണ് കേട്ടോ. അരുണ ആസിഫ് അലി ആണ്. ഇനി ഭഗത് സിംഗിനെ ഇനി ഭഗത് സിംഗിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നോക്കാം. രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് ഭഗത് സിംഗ് ആണ് കേട്ടോ. അദ്ദേഹത്തെ അറിയപ്പെടുന്ന പേരാണ് ഷഹീദ് ഇ അസം എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഭഗത് സിംഗ് കേട്ടോ. ഇനി ഇൻക്ലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ആരുടെ സംഭാവനയായിരുന്നു? ഇൻക്ലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ആരുടേതായിരുന്നു? അത് ഭഗത് സിംഗിന്റെയാണ് കേട്ടോ. ഇനി ഭഗത് സിംഗിനെ വധശിക്ഷയ്ക്ക് വിധിച്ചത് ഏത് കേസിലാണ്? ഭഗത് സിംഗിനെ വധശിക്ഷയ്ക്ക് വിധിച്ചത് ഏത് കേസിലാണെന്ന് ചോദിച്ചാൽ അത് ലാഹോർ ഗൂഢാലോചന കേസിലാണ് കേട്ടോ. ലാഹോർ ഗൂഢാലോചന കേസിലാണ്. ഇനി ലാഹോർ ഗൂഢാലോചന കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള വിപ്ലവകാരികൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് ഭഗത് സിംഗും രാജ്ഗുരുവും സുഖദേവും ആണ് കേട്ടോ. ആരൊക്കെയാണ്? ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖദേവ്. ഇവരൊക്കെയാണ് ലാഹോർ ഗൂഢാലോചന കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള വിപ്ലവകാരികൾ. ഇനി ഭഗത് സിംഗിനെ, രാജ്ഗുരുവിനെയും സുഖദേവിനെയും തൂക്കിലേറ്റിയത് എന്നാണ്? അത് 1931 മാർച്ച് 23 കേട്ടോ. 1931 മാർച്ച് 23 കേട്ടോ. ഇനി ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയ ജയിൽ ഏതാണ്? ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയ ജയിൽ ചോദിച്ചാൽ അത് ലാഹോർ ജയിലാണ് കേട്ടോ. ലാഹോർ ജയിലാണ്. ഇനി ഭഗത് സിംഗിന്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? അതും ലാഹോറിലാണ് കേട്ടോ. ലാഹോറിലാണ്. ഇനി ആരാ ഉദ്ധം സിംഗ്? ജാലിയൻ വാലാബാഗ് സമരക്കാർക്കെതിരെ വെടിവെക്കാൻ അനുമതി നൽകിയ പഞ്ചാബ് ഗവർണർ ആരാണെന്ന് വെച്ചാൽ അതാരാണ്? അത് മൈക്കിൾ ഒ ഡയർ ആണ് കേട്ടോ. എന്താണ്? ജാലിയൻ വാലാബാഗ് സമരക്കാർക്കെതിരെ വെടിവെക്കാൻ അനുമതി നൽകിയ പഞ്ചാബ് ഗവർണർ ആരാണെന്ന് ചോദിച്ചാൽ അത് മൈക്കിൾ ഒ ഡയർ ആണ്. ഇനി മൈക്കിൾ ഒ ഡയറിനെ വധിച്ച വിപ്ലവകാരിയായിരുന്നു ഉദ്ധം സിംഗ് കേട്ടോ. മൈക്കിൾ ഒ ഡയറിനെ വധിച്ച വിപ്ലവകാരിയായിരുന്നു ഉദ്ധം സിംഗ്. അദ്ദേഹത്തിനെ വധിച്ചത് 1940 മാർച്ച് 13 കേട്ടോ. മൈക്കിൾ ഒ ഡയറിനെ വധിച്ചത് 1940 മാർച്ച് 13. ഇനി ഉദ്ധം സിംഗിനെ തൂക്കിലേറ്റിയത് 1940 ജൂലൈ 31 കേട്ടോ. 1940 ജൂലൈ 31. ഇനി 9ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുന്ന മേഖല. ഓപ്ഷൻ എ, ദ്വിതീയ മേഖല. ഓപ്ഷൻ ബി, തൃതീയ മേഖല. ഓപ്ഷൻ സി, പ്രാഥമിക മേഖല. ഓപ്ഷൻ ഡി, ഇവയൊന്നുമല്ല. അത് ഓപ്ഷൻ സി, പ്രാഥമിക മേഖലയാണ് കേട്ടോ. പ്രാഥമിക മേഖല. ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭ്യമാകുന്ന മേഖലയാണ് പ്രാഥമിക മേഖല. അപ്പം ഈ ക്വസ്റ്റ്യനെ കുറിച്ച് നമ്മൾ നേരത്തെയൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ട്. അതാ കാണാത്തവരുണ്ടെങ്കിൽ യൂട്യൂബിനകത്ത് ഇതിന്റെ ക്ലാസ് കൊടുത്തിട്ടുണ്ട്, കാണുക കേട്ടോ. 10ാമത്തെ ക്വസ്റ്റ്യൻ. 2011
12 സാമ്പത്തിക സർവേ പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കുറവ് ദാരിദ്ര്യമുള്ള സംസ്ഥാനം? ഓപ്ഷൻ എ ബീഹാർ, ഓപ്ഷൻ ബി മഹാരാഷ്ട്ര, ഓപ്ഷൻ സി കർണാടക, ഓപ്ഷൻ ഡി ഹിമാചൽ പ്രദേശ്. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. 2011-12 സാമ്പത്തിക സർവേ പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കുറവ് ദാരിദ്ര്യമുള്ള സംസ്ഥാനം അത് ഹിമാചൽ പ്രദേശ് ആണ് കേട്ടോ. ഹിമാചൽ പ്രദേശ്. ജനസാന്ദ്രത ഏറ്റവും കൂടിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ജനസാന്ദ്രത ഏറ്റവും കൂടിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? അത് ബീഹാർ ആണ് കേട്ടോ. ബീഹാർ. ജനസാന്ദ്രത ഏറ്റവും കൂടിയ ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാല് അത് ബീഹാർ ആണ്. ഇനി ജനസാന്ദ്രത ഏറ്റവും കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ജനസാന്ദ്രത ഏറ്റവും കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാല് അത് അരുണാചൽ പ്രദേശ് ആണ് കേട്ടോ. അരുണാചൽ പ്രദേശ്. ഇനി സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും ഉയർന്ന സംസ്ഥാനം ഏതാണ്? സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും ഉയർന്ന സംസ്ഥാനം ചോദിച്ചാൽ അത് കേരളമാണ്. സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കുറവുള്ള സംസ്ഥാനം അത് ഏതാണ്? സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കുറവുള്ള സംസ്ഥാനം ഹരിയാനയാണ് കേട്ടോ. ഹരിയാന. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 11ാമത്തെ ക്വസ്റ്റ്യൻ, പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളിലെ ശരിയായ ജോഡി കണ്ടെത്തുക. പഞ്ചവത്സര പദ്ധതികളും അതിന്റെ ലക്ഷ്യങ്ങളും ആണ് തന്നിരിക്കുന്നത്. ലക്ഷ്യങ്ങൾ ഞാൻ വായിക്കാം. ഏത് പഞ്ചവത്സര പദ്ധതിയാണെന്ന് പറയണം. കാർഷിക മേഖലയുടെ സമഗ്ര വികസനം എത്രാം പഞ്ചവത്സര പദ്ധതിയാണ്? കാർഷിക മേഖലയുടെ സമഗ്ര വികസനം അത് 1ാം പഞ്ചവത്സര പദ്ധതിയാണ് കേട്ടോ. ഇനി വ്യാവസായിക വികസനം ഏത് പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമാണ്? വ്യാവസായിക വികസനം അത് 2ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമാണ്. ഇനി ഭക്ഷ്യ സ്വയം പര്യാപ്തത ഏതിന്റെ ലക്ഷ്യമാണ്? ഭക്ഷ്യ സ്വയം പര്യാപ്തത അത് 3ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമാണ്. ഇനി സ്വാശ്രയത്വം എത്രാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമാണ്? അത് 4ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമാണ്. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. ഒന്നുകൂടെ പറയാം. 1ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം കാർഷിക മേഖലയുടെ വികസനം, 2ാം പഞ്ചവത്സര പദ്ധതി വ്യാവസായിക വികസനം, 3ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം ഭക്ഷ്യ സ്വയം പര്യാപ്തത. ഇനി 4ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്താണ്? അത് സ്വാശ്രയത്വം ആണ് കേട്ടോ. സ്വാശ്രയത്വം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് 12ാമത്തെ ക്വസ്റ്റ്യൻ, മാനവ വികസന സൂചികയുമായി ബന്ധപ്പെട്ട ശരിയായ വിവരങ്ങൾ കണ്ടെത്തുക. ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് UNDP ആണ് ഇത് തയ്യാറാക്കുന്നത്. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് സാംസ്കാരിക വൈവിധ്യം, മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് ആയുർദൈർഘ്യം, നാലാമത് പറഞ്ഞിരിക്കുന്നത് അഴിമതി രഹിത ഭരണം. അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. 1ഉം 3ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത് കേട്ടോ. മാനവ വികസന സൂചികയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? UNDP ആണ് ഇത് തയ്യാറാക്കുന്നത്. ഇനി ആയുർദൈർഘ്യം ഇതുമായി ബന്ധപ്പെട്ടാണ് കേട്ടോ. ഇനി മാനവ വികസനം മാനദണ്ഡമാക്കിയുള്ള സാമ്പത്തിക വികസനമാണ് മാനവ വികസന സൂചിക എന്നറിയപ്പെടുന്നത്. എന്താണ്? മാനവ വികസനം മാനദണ്ഡമാക്കിയുള്ള സാമ്പത്തിക വികസനം ഏതാണെന്ന് വെച്ചാൽ അത് മാനവ വികസന സൂചിക അഥവാ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് കേട്ടോ. ഇനി മാനവ വികസന സൂചിക തയ്യാറാക്കുന്നതിന് സഹായിക്കുന്ന ഘടകങ്ങളാണ് പ്രതിശീർഷ വരുമാനം, സാക്ഷരതയും മൊത്ത സ്കൂൾ പ്രവേശന നിരക്കും ആയുർദൈർഘ്യം. ഇതൊക്കെയാണ് മാനവ വികസന സൂചിക തയ്യാറാക്കുന്നതിന് സഹായിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ അത് പ്രതിശീർഷ വരുമാനം, സാക്ഷരതയും മൊത്ത സ്കൂൾ പ്രവേശന നിരക്കും. ഇനി ആയുർദൈർഘ്യം. ഇതൊക്കെയാണ് മാനവ വികസന സൂചിക തയ്യാറാക്കുന്നതിന് സഹായിക്കുന്ന ഘടകങ്ങൾ. ഇനി മാനവ വികസന സൂചികയുടെ മൂല്യം 0-നും 1-നും ഇടയിലാണ് കേട്ടോ. മാനവ വികസന സൂചികയുടെ മൂല്യം 0-നും 1-നും ഇടയിലാണ്. 0 സൂചിപ്പിക്കുന്നത് ഒട്ടും വികസനമില്ലായ്മയാണ് കേട്ടോ. 0 സൂചിപ്പിക്കുന്നത് എന്താണ്? ഒട്ടും വികസനം ഇല്ലായ്മ. ഇനി 1 സൂചിപ്പിക്കുന്നത് എന്താണ്? ഏറ്റവും ഉയർന്ന വികസനത്തെയാണ്. 1 സൂചിപ്പിക്കുന്നത് ഏറ്റവും ഉയർന്ന വികസനത്തെയാണ് കേട്ടോ. ഇനി ഓരോ വർഷവും മാനവ വികസന റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നത് ആരാണ്? ഓരോ വർഷവും മാനവ വികസന റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നത് ആരാണ്? അത് ഐക്യരാഷ്ട്ര വികസന പരിപാടി അഥവാ UNDP ആണ് കേട്ടോ. എന്താണ്? ഓരോ വർഷവും മാനവ വികസന റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നത് ഐക്യരാഷ്ട്ര വികസന പരിപാടി അഥവാ UNDP ആണ്. UNDP മാനവ വികസന റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു തുടങ്ങിയ വർഷം ചോദിച്ചാൽ അത് 1990 ആണ് കേട്ടോ. UNDP മാനവ വികസന റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു തുടങ്ങിയ വർഷം 1990 ഇനി ഒരു രാജ്യത്തിലെ മനുഷ്യരുടെ സമഗ്ര പുരോഗതിയെ സൂചിപ്പിക്കുന്ന അളവുകോൽ ചോദിച്ചാൽ അത് മാനവ വികസന സൂചികയാണ് കേട്ടോ. എന്താണ്? ഒരു രാജ്യത്തിലെ മനുഷ്യരുടെ സമഗ്ര പുരോഗതിയെ സൂചിപ്പിക്കുന്ന അളവുകോലാണ് മാനവ വികസന സൂചിക. ഇനി മാനവ വികസന സൂചിക രൂപപ്പെടുത്തിയത് ആരൊക്കെയാണ്? അത് അമർത്യാസനും മെഹബൂബ് ഉൾ ഹക്കുമാണ് കേട്ടോ. എന്താണ്? മാനവ വികസന സൂചിക രൂപപ്പെടുത്തിയത്
അമർത്യാസനും മെഹബൂബ് ഉൾ ഹക്കുമാണ്. ഇനി മാനവ വികസന സൂചിക തയ്യാറാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഘടകങ്ങളാണ് ജീവിത നിലവാരം, സാക്ഷരത, സാമ്പത്തിക സ്ഥിതി, ആണോഹരി വരുമാനം, ജനപ്പെരുപ്പം, തൊഴിലവസരങ്ങൾ, ആയുർദൈർഘ്യം. എന്തൊക്കെയാണ്? മാനവ വികസന സൂചിക തയ്യാറാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? അത് ജീവിത നിലവാരം, സാക്ഷരത, സാമ്പത്തിക സ്ഥിതി, ആണോഹരി വരുമാനം, ജനപ്പെരുപ്പം, തൊഴിലവസരങ്ങൾ, ആയുർദൈർഘ്യം. ഇനി 2025 മാനുഷിക വികസന സൂചിക പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 2025 മാനുഷിക വികസന സൂചിക പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം അത് 130 കേട്ടോ. 130. ഇനി 13ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിൽ നിന്നും ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതാ താരം. ഓപ്ഷൻ എ ആശാ ശോഭന, ഓപ്ഷൻ ബി സജന സജീവൻ, ഓപ്ഷൻ സി മിന്നുമണി, ഓപ്ഷൻ ഡി രേഖ ശർമ്മ. അത് ഓപ്ഷൻ സി മിന്നുമണിയാണ് കേട്ടോ. കേരളത്തിൽ നിന്നും ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതാ താരമാണ് മിന്നുമണി. ഇനി 14ാമത്തെ ക്വസ്റ്റ്യൻ. ബ്രിട്ടീഷ് ഭരണകാലത്ത് വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിൽ നടപ്പിലാക്കിയ നികുതി വ്യവസ്ഥ. ഓപ്ഷൻ എ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ, ഓപ്ഷൻ ബി റൈഡ് വാരി വ്യവസ്ഥ, ഓപ്ഷൻ സി മഹൽവാരി വ്യവസ്ഥ, ഓപ്ഷൻ ഡി മാൻസബ്ദാരി സമ്പ്രദായം. അത് ഓപ്ഷൻ സി മഹൽവാരി വ്യവസ്ഥയാണ് കേട്ടോ. ബ്രിട്ടീഷ് ഭരണകാലത്ത് വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിൽ നടപ്പിലാക്കിയ നികുതി വ്യവസ്ഥയാണ് മഹൽവാരി വ്യവസ്ഥ എന്നറിയപ്പെടുന്നത്. ഇനി റൈഡ് വാരി വ്യവസ്ഥ നടപ്പിലാക്കിയ പ്രദേശം എവിടെയാണ്? റൈഡ് വാരി വ്യവസ്ഥ നടപ്പിലാക്കിയ പ്രദേശം അത് ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളാണ് കേട്ടോ. റൈഡ് വാരി ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ പ്രധാന പ്രദേശമാണ് ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങൾ. ഇനി ശാശ്വത ഭൂനികുതി വ്യവസ്ഥ എവിടെയാണ് നടപ്പിലാക്കിയത്? ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ പ്രധാന പ്രദേശങ്ങൾ ബംഗാൾ, ബീഹാർ, ഒറീസ പ്രദേശങ്ങളാണ് കേട്ടോ. ബംഗാൾ, ബീഹാർ, ഒറീസ പ്രദേശങ്ങളാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. ഒന്നുകൂടെ പറയാം. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ ബംഗാൾ, ബീഹാർ, ഒറീസ പ്രദേശങ്ങൾ. ഇനി റൈഡ് വാരി വ്യവസ്ഥ ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങൾ, മഹൽവാരി വ്യവസ്ഥ വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യ. ഇനി 15ാമത്തെ ക്വസ്റ്റ്യൻ. ബ്രിട്ടീഷ് ഭരണത്തിൽ കൂടുതൽ വില ലഭിക്കുന്ന കാർഷിക വിളകളും അത് കൂടുതലായി കൃഷി ചെയ്തിരുന്ന ഇന്ത്യൻ പ്രദേശങ്ങളും കണ്ടെത്തുക. കരിമ്പ് ഏത് സ്റ്റേറ്റിലാണ് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത്? അത് ഉത്തർപ്രദേശ് ആണ്. ഇനി തേയില ഏറ്റവും കൂടുതൽ എവിടെയാണ്? അത് അസാമാണ്. ഇനി ചണം ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്ന സ്റ്റേറ്റ് ഏതാണ്? അത് ബംഗാൾ ആണ് കേട്ടോ. ബംഗാള്. ഇനി ഗോതമ്പ് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് അത് പഞ്ചാബിലാണ് കേട്ടോ. ഒന്നുകൂടെ പറയാം. കരിമ്പ് ഉത്തർപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്നത്. തേയില അസമിലാണ് ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്നത്. ഇനി ചണം വെസ്റ്റ് ബംഗാള്. ഗോതമ്പിന്റെ ഉത്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന സ്റ്റേറ്റ് ഏതാണ്? അത് പഞ്ചാബ് ആണ് കേട്ടോ. ഇനി കാപ്പി ഉത്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഏതാണ്? കാപ്പി അത് കർണാടകയാണ് കേട്ടോ. കാപ്പി ഉത്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്നത് അത് കർണാടകയാണ്. ഇനി ഉപ്പ്, പരുത്തി, നിലക്കടല ഏറ്റവും കൂടുതൽ ഉത്പാദനത്തിൽ മുന്നിലുള്ള സ്റ്റേറ്റ് ഏതാണ്? അത് ഗുജറാത്ത് ആണ് കേട്ടോ. ഉപ്പ്, പരുത്തി, നിലക്കടല എന്നിവ ഉത്പാദനത്തിൽ മുന്നിലുള്ള സംസ്ഥാനമാണ് ഗുജറാത്ത്. ഇനി റബ്ബർ ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്നത് കേരളമാണ് കേട്ടോ. റബ്ബർ കേരളം. ചോളം ഏറ്റവും കൂടുതൽ കർണാടകയാണ് കേട്ടോ. ചോളം കർണാടകയാണ്. ഇനി പുകയില ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്ന സ്റ്റേറ്റ് ഏതാണ്? അത് ആന്ധ്രാപ്രദേശ് ആണ് കേട്ടോ. പുകയില ആന്ധ്രാപ്രദേശ് ആണ്. നാളികേരം ഏറ്റവും കൂടുതൽ കർണാടകയാണ് കേട്ടോ. നാളികേരം കർണാടകയാണ് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 16ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട ചുവടെ ചേർത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരി ഏത്? ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് സ്ഥാനാർത്ഥികളെ നാമനിർദ്ദേശം ചെയ്യുന്നു. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് സുപ്രീം കോടതിയിലെ ജഡ്ജിമാരെ നിയമിക്കുന്നു. മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് പുതിയ രാഷ്ട്രീയ പാർട്ടികൾ രൂപീകരിക്കുന്നു. നാലാമത് പറഞ്ഞിരിക്കുന്നത് വോട്ടർ പട്ടിക തയ്യാറാക്കുന്നു. അത് ഓപ്ഷൻ ഡി 4 മാത്രമാണ് ശരിയായിട്ടുള്ളത് കേട്ടോ. ഏതാ? വോട്ടർ പട്ടിക തയ്യാറാക്കുന്നു. അതാണ് ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട ചുവടെ ചേർത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരി ഏത്? ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് സ്ഥാനാർത്ഥികളെ നാമനിർദ്ദേശം ചെയ്യുന്നു. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് സുപ്രീം കോടതിയിലെ ജഡ്ജിമാരെ നിയമിക്കുന്നു. മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് പുതിയ രാഷ്ട്രീയ പാർട്ടികൾ രൂപീകരിക്കുന്നു. നാലാമത് പറഞ്ഞിരിക്കുന്ന പ്രസ്താവന വോട്ടർ പട്ടിക തയ്യാറാക്കുന്നു. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 4 മാത്രമാണ് ശരിയായിട്ടുള്ളത് കേട്ടോ. വോട്ടർ പട്ടിക തയ്യാറാക്കുന്നു.
ഇനി രാജ്യത്ത് സ്വതന്ത്രവും നീതിപൂർവവും നിഷ്പക്ഷവുമായ തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കുന്നതിനായി ഭരണഘടന അനുസൃതമായി രൂപീകരിച്ച സ്ഥാപനമാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നറിയപ്പെടുന്നത് കേട്ടോ. രാജ്യത്ത് സ്വതന്ത്രവും നീതിപൂർവവും നിഷ്പക്ഷവുമായ തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കുന്നതിനായി ഭരണഘടന അനുസൃതമായി രൂപീകരിച്ച സ്ഥാപനമാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇനി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്ന തീയതിയാണ് 1950 ജനുവരി 25 കേട്ടോ. 1950 ജനുവരി 25-നാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത്. ഇനി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനം ചോദിച്ചാൽ അത് ന്യൂഡൽഹിയാണ് കേട്ടോ. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനം ചോദിച്ചാൽ അത് ന്യൂഡൽഹി നിർവാചൻ സദനാണ് കേട്ടോ. ഇനി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന അനുച്ഛേദം ഏതാണ്? കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ചോദിച്ചാൽ അത് അനുച്ഛേദം 324 കേട്ടോ. 324. ഇനി മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറും 2 കമ്മീഷണർമാരും ഉൾപ്പെടുന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഘടന. ഇങ്ങനെയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും 2 കമ്മീഷണർമാരും ഉൾപ്പെടുന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഘടന എന്ന് പറയുന്നത്. ഇനി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെയും മറ്റ് കമ്മീഷണർമാരെയും നിയമിക്കുന്നത് ആരാണ്? അത് രാഷ്ട്രപതിയാണ് കേട്ടോ. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെയും മറ്റ് കമ്മീഷണർമാരെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഇനി ഇലക്ഷൻ കമ്മീഷൻ അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി ചോദിച്ചാൽ അത് 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ് കേട്ടോ. ഇലക്ഷൻ കമ്മീഷൻ അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി ചോദിച്ചാല് അത് 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. ഇനി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുന്നത് ആരാണ്? മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയാണ് കേട്ടോ. രാഷ്ട്രപതി ഇംപീച്ച്മെന്റിലൂടെയാണ്. ഇനി കേന്ദ്രഭരണ പ്രദേശങ്ങളിലും സംസ്ഥാനങ്ങളിലും തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് ചീഫ് ഇലക്ടറൽ ഓഫീസറാണ് കേട്ടോ. കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലും സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് ചീഫ് ഇലക്ടറൽ ഓഫീസറാണ്. ഇനി തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രധാന ചുമതലകൾ എന്തൊക്കെയാണ്? അത് വോട്ടർ പട്ടിക തയ്യാറാക്കൽ, തിരിച്ചറിയൽ കാർഡ് തയ്യാറാക്കൽ, രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, ലോക്സഭ, രാജ്യസഭ, സംസ്ഥാന നിയമസഭാ അംഗങ്ങൾ എന്നിവരുടെ തിരഞ്ഞെടുപ്പിനുള്ള മേൽനോട്ടം, നടത്തിപ്പ്, നിയന്ത്രണം. പിന്നെന്താണ്? പെരുമാറ്റച്ചട്ടങ്ങളുടെ പ്രഖ്യാപനം, നടപ്പിലാക്കൽ, രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം നൽകുക, ചിഹ്നം അനുവദിക്കുക. പിന്നെന്താണ്? വോട്ടെടുപ്പ്, വോട്ടെണ്ണൽ തീയതികൾ നിശ്ചയിക്കൽ, ഫലപ്രഖ്യാപനം, തർക്കങ്ങൾ പരിഹരിക്കൽ. ഇനി തെരഞ്ഞെടുപ്പ് ചെലവ് പരിശോധിക്കുക, തുടർ നടപടികൾ സ്വീകരിക്കുക. എന്താണ്? വോട്ടെടുപ്പ്, വോട്ടെണ്ണൽ തീയതികൾ നിശ്ചയിക്കൽ, ഫലപ്രഖ്യാപനം, തർക്കങ്ങൾ പരിഹരിക്കൽ, തെരഞ്ഞെടുപ്പ് ചെലവ് പരിശോധിക്കുക, തുടർ നടപടികൾ സ്വീകരിക്കുക. ഇതൊക്കെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകൾ എന്നറിയപ്പെടുന്നത് കേട്ടോ. ഇനി ഇപ്പോഴത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ ആരാണ്? ഇപ്പോഴത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ ആരാണെന്ന് വെച്ചാൽ അത് ജ്ഞാനേഷ് കുമാർ ആണ് കേട്ടോ. ജ്ഞാനേഷ് കുമാർ. ഇനി മറ്റ് 2 കമ്മീഷൻ അംഗങ്ങൾ ആരൊക്കെയാണ്? ഇലക്ഷൻ കമ്മീഷനിലെ മറ്റ് 2 കമ്മീഷൻ അംഗങ്ങൾ ആരൊക്കെയാണെന്ന് വെച്ചാൽ അത് സുഖ്ബീർ സിംഗ് സന്ധുവും വിവേക് ജോഷിയാണ് കേട്ടോ. ആരൊക്കെയാണ്? സുഖ്ബീർ സിംഗ് സന്ധുവും വിവേക് ജോഷിയും. 17ാമത്തെ ക്വസ്റ്റ്യൻ, ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിന് ശുപാർശ ചെയ്ത കമ്മീഷൻ ഏത്? ഓപ്ഷൻ എ സർക്കാരിയ കമ്മീഷൻ, ഓപ്ഷൻ ബി മണ്ഡൽ കമ്മീഷൻ, ഓപ്ഷൻ സി സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ, ഓപ്ഷൻ ഡി ഷാ കമ്മീഷൻ. അത് ഓപ്ഷൻ സി സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ ആണ് കേട്ടോ. ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിന് ശുപാർശ ചെയ്ത കമ്മീഷൻ ഏതാണെന്ന് വെച്ചാൽ അത് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനാണ്. ഇനി സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അധ്യക്ഷൻ ആരാണ്? സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അധ്യക്ഷൻ അത് ഫസൽ അലിയാണ് കേട്ടോ. ഫസൽ അലി. കമ്മീഷനിലെ മറ്റ് അംഗങ്ങൾ ആരൊക്കെയാണ്? അത് എച്ച്.എൻ. കുൻസ്രു ഉണ്ട്, കെ.എം. പണിക്കരും ഉണ്ട് കേട്ടോ. കമ്മീഷനിലെ മറ്റ് അംഗങ്ങളാണ് എച്ച്.എൻ. കുൻസ്രു, സർദാർ കെ.എം. പണിക്കര് കേട്ടോ. ഇനി 18ാമത്തെ ക്വസ്റ്റ്യൻ, നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ നേതൃത്വം വഹിച്ചത് ആരാണ്? ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു, ഓപ്ഷൻ ബി മഹാത്മാഗാന്ധി, ഓപ്ഷൻ സി പോറ്റി ശ്രീരാമലു, ഓപ്ഷൻ ഡി സർദാർ വല്ലഭായ് പട്ടേൽ. അത് ഓപ്ഷൻ ഡി സർദാർ വല്ലഭായ് പട്ടേൽ ആണ് കേട്ടോ. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ നേതൃത്വം വഹിച്ചത് ആരാണ്? അത് സർദാർ വല്ലഭായ് പട്ടേൽ ആണ്. ഇനി പട്ടേലിനും നെഹ്റുവിനും ഒപ്പം നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ നിർണായക പങ്ക് വഹിച്ച മലയാളി ആരാണ്? പട്ടേലിനും നെഹ്റുവിനും ഒപ്പം നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ നിർണായക പങ്ക് വഹിച്ച മലയാളി ആരാണെന്ന് ചോദിച്ചാൽ അത് വി.പി. മേനോനാണ് കേട്ടോ. വി.പി. മേനോന്. 19ാമത്തെ ക്വസ്റ്റ്യൻ, സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ ഏത് രാജ്യത്തു നിന്നാണ് പഞ്ചവത്സര പദ്ധതി എന്ന ആശയം സ്വീകരിച്ചത്?
അത് ഓപ്ഷൻ ഡി സോവിയറ്റ് യൂണിയൻ ആണ് കേട്ടോ. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ ഏതു രാജ്യത്തു നിന്നാണ് പഞ്ചവത്സര പദ്ധതി എന്ന ആശയം സ്വീകരിച്ചത്? അത് സോവിയറ്റ് യൂണിയൻ ആണ് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 20ാമത്തെ ക്വസ്റ്റ്യൻ, ഓപ്പറേഷൻ ഫ്ലഡ് ഏതുമായി ബന്ധപ്പെട്ടതാണ്? അത് ഓപ്ഷൻ ബി ധവള വിപ്ലവമാണ്. ഓപ്പറേഷൻ ഫ്ലഡ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അത് ധവള വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ. ഇനി ഇന്ത്യയില് പാൽ ഉൽപാദനത്തിലുണ്ടായ വർധനമാണ് ധവള വിപ്ലവം എന്നറിയപ്പെടുന്നത്. എന്താണ്? ഇന്ത്യയിൽ പാൽ ഉൽപാദനത്തിലുണ്ടായ വർധനവിനെയാണ് ധവള വിപ്ലവം എന്ന് അറിയപ്പെടുന്നത്. ഇനി ഇന്ത്യൻ ധവള വിപ്ലവത്തിന്റെ പിതാവ് ആരാണ്? ഇന്ത്യൻ ധവള വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? അത് വർഗീസ് കുര്യൻ ആണ് കേട്ടോ. ഇന്ത്യൻ ധവള വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വർഗീസ് കുര്യൻ ആണ് കേട്ടോ. ഓപ്പറേഷൻ ഫ്ലഡ് എന്നറിയപ്പെടുന്നത് എന്താണ്? ധവള വിപ്ലവമാണ്. ഇന്ത്യയുടെ പാൽത്തൊട്ടി എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? ഇന്ത്യയുടെ പാൽത്തൊട്ടി എന്നറിയപ്പെടുന്ന സംസ്ഥാനം ചോദിച്ചാൽ അത് ഹരിയാനയാണ് കേട്ടോ. മാർക്സസെ അവാർഡ് നേടിയ ആദ്യ മലയാളി ആരാണ്? മാർക്സസെ അവാർഡ് നേടിയ ആദ്യ മലയാളി ആരാണെന്ന് ചോദിച്ചാൽ അത് വർഗീസ് കുര്യൻ ആണ് കേട്ടോ. മാർക്സസെ അവാർഡ് നേടിയ ആദ്യ മലയാളിയാണ് വർഗീസ് കുര്യൻ. വർഷം 1963 അദ്ദേഹത്തിന്റെ പ്രധാന പുസ്തകങ്ങൾ ഏതൊക്കെയാണ്? ഐ ടു ഹാഡ് എ ഡ്രീം ആൻഡ് അൺഫിനിഷ്ഡ് ഡ്രീം. ഇതൊക്കെ ആരുടെയാണ്? വർഗീസ് കുര്യന്റെ പ്രധാന പുസ്തകങ്ങളാണ് കേട്ടോ. ഏതൊക്കെയാണ്? ഐ ടു ഹാഡ് എ ഡ്രീം ആൻഡ് അൺഫിനിഷ്ഡ് ഡ്രീം. ഇതൊക്കെ എന്താണ്? വർഗീസ് കുര്യന്റെ പ്രസിദ്ധമായിട്ടുള്ള പുസ്തകങ്ങളാണ് കേട്ടോ. ഇനി ധവള വിപ്ലവവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുമായി സഹകരിക്കുന്ന രാജ്യം ഏതാണ്? ധവള വിപ്ലവവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുമായി സഹകരിക്കുന്ന രാജ്യം ചോദിച്ചാൽ അത് സ്വിറ്റ്സർലൻഡ് ആണ് കേട്ടോ. സ്വിറ്റ്സർലൻഡ്. ഇനി ഇന്ത്യയില് ക്ഷീരോത്പാദന സഹകരണ പ്രസ്ഥാനമായ അമൂൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇന്ത്യയില് ക്ഷീരോത്പാദന സഹകരണ പ്രസ്ഥാനമായ അമൂൽ സ്ഥിതി ചെയ്യുന്നത് അത് ആനന്ദ് ഗുജറാത്ത് ആണ് കേട്ടോ. ആനന്ദ് ഗുജറാത്ത് ആണ്. ഇനി അമൂലിന്റെ പ്രവർത്തനങ്ങൾക്ക് പ്രധാന പങ്ക് വഹിച്ച വ്യക്തി ആരാണ്? അമൂലിന്റെ പ്രവർത്തനങ്ങൾക്ക് പ്രധാന പങ്കുവച്ച വ്യക്തി ആരാണെന്ന് വെച്ചാൽ അത് വർഗീസ് കുര്യൻ ആണ്. ഇനി അമൂൽ സ്ഥാപിതമായ വർഷമാണ് 1946 കേട്ടോ. അമൂൽ സ്ഥാപിതമായ വർഷം 1946 ആണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ പശുവിൻ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? ലോകത്തെ ഏറ്റവും കൂടുതൽ പശുവിൻ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ചോദിച്ചാൽ അത് ഇന്ത്യ ആണ് കേട്ടോ. ഇന്ത്യ. ഇനി ലോകത്തിലെ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ചോദിച്ചാലും ഇന്ത്യ ആണ് കേട്ടോ. ലോകത്തിലെ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ചോദിച്ചാലും ഇന്ത്യയാണ്. ഇനി മിൽമ നിലവിൽ വന്ന വർഷം എന്നാണ്? മിൽമ നിലവിൽ വന്ന വർഷം അത് 1980 ആണ് കേട്ടോ. മിൽമ നിലവിൽ വന്ന വർഷം ചോദിച്ചാൽ 1980 ആണ്. ഇനി മിൽമയുടെ ആസ്ഥാനം ചോദിച്ചാൽ എവിടെയാണ്? അത് തിരുവനന്തപുരമാണ് കേട്ടോ. മിൽമയുടെ ആസ്ഥാനം ചോദിച്ചാല് അത് തിരുവനന്തപുരമാണ്. ഇനി രജത വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? രജത വിപ്ലവം എന്തിന്റെ ഉൽപാദനവുമായി? അത് മുട്ടയുടെ ഉൽപാദനവുമായി ബന്ധപ്പെട്ടാണ് കേട്ടോ. രജത വിപ്ലവം മുട്ടയുടെ ഉൽപാദനവുമായി ബന്ധപ്പെട്ടതാണ്. ഇനി നീല വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നീല വിപ്ലവം അത് മത്സ്യ കൃഷിയാണ് കേട്ടോ. മത്സ്യവുമായി ബന്ധപ്പെട്ടാണ്. ഇനി സിൽവർ ഫൈബർ വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സിൽവർ ഫൈബർ വിപ്ലവം എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? അത് പരുത്തിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കേട്ടോ. സിൽവർ ഫൈബർ വിപ്ലവം അത് പരുത്തിയുമായി ബന്ധപ്പെട്ട വിപ്ലവമാണ്. ഇനി ഗോൾഡൻ ഫൈബർ വിപ്ലവം ഏതാണ്? ഗോൾഡൻ വിപ്ലവം അത് ചണവുമായി ബന്ധപ്പെട്ടാണ് കേട്ടോ. ഗോൾഡൻ ഫൈബർ വിപ്ലവം ചണവുമായി ബന്ധപ്പെട്ടാണ്. ഇനി കറുത്ത വിപ്ലവം എന്നറിയപ്പെടുന്നത് എന്താണ്? കറുത്ത വിപ്ലവം എന്തിന്റെ ഉൽപാദനവുമായി ബന്ധപ്പെട്ടാണ്? അത് പെട്രോളിയം ആണ് കേട്ടോ. കറുത്ത വിപ്ലവം പെട്രോളിയവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു കേട്ടോ. ഇനി 21ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ മൗലിക അവകാശമല്ലാത്തത്? ഓപ്ഷൻ എ സമത്വ അവകാശം, ഓപ്ഷൻ ബി സ്വാതന്ത്ര്യ അവകാശം, ഓപ്ഷൻ സി സാംസ്കാരിക വിദ്യാഭ്യാസ അവകാശങ്ങൾ, ഓപ്ഷൻ ഡി സ്വത്തവകാശം. അത് ഓപ്ഷൻ ഡി സ്വത്തവകാശമാണ് കേട്ടോ. മൗലിക അവകാശം അല്ലാത്തത് സ്വത്തവകാശമാണ്. ഇനി സമത്വ അവകാശം, സ്വാതന്ത്ര്യ അവകാശം, സാംസ്കാരിക വിദ്യാഭ്യാസ അവകാശങ്ങളൊക്കെ എന്താണ്? അത് മൗലിക അവകാശങ്ങളാണ് കേട്ടോ. ഇനി 22ാമത്തെ ക്വസ്റ്റ്യൻ, 2002 86 ഭേദഗതിയിലൂടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ മൗലിക കർത്തവ്യം ഏത്? ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളെ വിദ്യാലയത്തിൽ അയക്കേണ്ടത് രക്ഷിതാക്കളുടെ കടമയാണ്. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് പൊതുമുതൽ സംരക്ഷിക്കുകയും അക്രമങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുക. മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് തുല്യ ജോലിക്ക് തുല്യ വേതനം. നാലാമത് പറഞ്ഞിരിക്കുന്നത് കുടിൽ വ്യവസായങ്ങളെ പരിപോഷിപ്പിക്കുക. അപ്പം ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. 1 മാത്രമാണ് ശരിയായിട്ടുള്ളത് കേട്ടോ. അപ്പം 2002 86 ഭേദഗതിയിലൂടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ മൗലിക കർത്തവ്യം ഏതാണ്? 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളെ വിദ്യാലയത്തിൽ അയക്കേണ്ടത് രക്ഷിതാക്കളുടെ കടമയാണ്. ഇനി തുല്യ ജോലിക്ക് തുല്യ വേതനം, ഇതുമായി ബന്ധപ്പെട്ട വകുപ്പ് ഏതാണ്? തുല്യ ജോലിക്ക് തുല്യ വേതനം. അത് 39D ആണ് കേട്ടോ. 39D ആണ് തുല്യ ജോലിക്ക് തുല്യ വേതനത്തെ കുറിച്ച് പറയുന്ന വകുപ്പ്. ഇനി
തൊഴിലാളികൾക്ക് ഉപജീവനക്ഷമമായ വേതനം, കുടിൽ വ്യവസായങ്ങളുടെ പ്രോത്സാഹനം. ഇതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാണ്? തൊഴിലാളികൾക്ക് ഉപജീവനക്ഷമമായ വേതനം, കുടിൽ വ്യവസായങ്ങളുടെ പ്രോത്സാഹനം. അത് 43-ാമത്തെ ആർട്ടിക്കിൾ ആണ് കേട്ടോ. അത് പറയുന്ന ആർട്ടിക്കിൾ 43 ഇനി 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സംരക്ഷണവും വിദ്യാഭ്യാസവും നൽകണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സംരക്ഷണവും വിദ്യാഭ്യാസവും നൽകണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ് ചോദിച്ചാൽ അത് 45 കേട്ടോ. 45. ഇനി 23-ാമത്തെ ക്വസ്റ്റ്യൻ, ഭരണഘടന നിർമ്മാണ സഭയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആരായിരുന്നു? അത് ഓപ്ഷൻ സി ഡോക്ടർ BR അംബേദ്കർ ആണ് കേട്ടോ. ഭരണഘടന നിർമ്മാണ സഭയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ അത് ഡോക്ടർ BR അംബേദ്കർ ആണ് കേട്ടോ. ഡോക്ടർ BR അംബേദ്കർ ആണ്. ഇനി 22 കമ്മിറ്റികൾ അടങ്ങിയ ഭരണഘടനാ നിർമ്മാണ സഭയിലെ പ്രധാന കമ്മിറ്റി ചോദിച്ചാല് അത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ് കേട്ടോ. ഏതാണ്? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ്. ഇനി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ നിയമിച്ചത് എന്നാണ്? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ നിയമിച്ചത് 1947 ഓഗസ്റ്റ് 29-നാണ് കേട്ടോ. 1947 ഓഗസ്റ്റ് 29-നാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ നിയമിച്ചത്. ഇനി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാല് അത് BR അംബേദ്കർ ആണ് കേട്ടോ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ ആകെ അംഗങ്ങൾ ചോദിച്ചാൽ എത്രയാണ്? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ ആകെ അംഗങ്ങള് അത് 7 പേരാണ് കേട്ടോ. 7 പേരാണ്. ആരൊക്കെയാണ് ആ വ്യക്തികള്? ഡോക്ടർ BR അംബേദ്കർ ഉണ്ട്, KM മുൻഷി ഉണ്ട്, മുഹമ്മദ് സാദുള്ള, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, N ഗോപാലസ്വാമി അയ്യങ്കാർ, പിന്നീട് ആരാണ്? BL മിത്തർ ഉണ്ട്, അദ്ദേഹം രാജിവെച്ച് പോയതിനു ശേഷം N മാധവറാവു വരുന്നു, പിന്നെ DP ഖെയ്ത്താൻ ഉണ്ട് കേട്ടോ. അദ്ദേഹത്തിന്റെ മരണശേഷം പിന്നീട് വരുന്നത് ആരാണ്? TT കൃഷ്ണമാചാര്യാണ്. ഒന്നുകൂടെ പറയാം, ഡോക്ടർ BR അംബേദ്കർ ഉണ്ട്, KM മുൻഷി ഉണ്ട്, മുഹമ്മദ് സാദുള്ള, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, N ഗോപാലസ്വാമി അയ്യങ്കാർ, BL മിത്തർ, അദ്ദേഹം രാജിവെച്ചതിന് ശേഷം N മാധവറാവു വരുന്നു. ഇനി TP ഖെയ്ത്താൻ ഉണ്ട്, അദ്ദേഹത്തിന്റെ മരണശേഷം ആരാണ്? അത് TT കൃഷ്ണമാചാര്യാണ് കേട്ടോ. ഇനി 24-ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആരിൽ നിക്ഷിപ്തമാണ്? ഓപ്ഷൻ എ പാർലമെന്റ്, ഓപ്ഷൻ ബി സുപ്രീം കോടതി, ഓപ്ഷൻ സി രാഷ്ട്രപതി, ഓപ്ഷൻ ഡി ഇലക്ഷൻ കമ്മീഷൻ. അത് ഓപ്ഷൻ എ പാർലമെന്റ് ആണ് കേട്ടോ. ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആരിൽ നിക്ഷിപ്തമാണ്? അത് പാർലമെന്റിലാണ് കേട്ടോ. ഇനി 25-ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയത് ആര്? ഓപ്ഷൻ എ BR അംബേദ്കർ, ഓപ്ഷൻ ബി ഭരണഘടനാ നിർമ്മാണ സഭ, ഓപ്ഷൻ സി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഓപ്ഷൻ ഡി മൗലാന അബ്ദുൽ കലാം ആസാദ്. അത് ഓപ്ഷൻ ബി ഭരണഘടനാ നിർമ്മാണ സഭയാണ് കേട്ടോ. ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയത് ഭരണഘടനാ നിർമ്മാണ സഭയാണ്. 26-ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏത് ജില്ലയാണ് സമുദ്രവുമായോ മറ്റ് സംസ്ഥാനങ്ങളുമായോ അതിർത്തി പങ്കിടാത്തത്? ഓപ്ഷൻ എ കോട്ടയം, ഓപ്ഷൻ ബി മലപ്പുറം, ഓപ്ഷൻ സി വയനാട്, ഓപ്ഷൻ ഡി പാലക്കാട്. അത് ഓപ്ഷൻ എ കോട്ടയമാണ് കേട്ടോ. കേരളത്തിലെ ഏത് ജില്ലയാണ് സമുദ്രവുമായോ മറ്റ് സംസ്ഥാനവുമായോ അതിർത്തി പങ്കിടാത്തത് എന്ന് ചോദിച്ചാല് അത് കോട്ടയമാണ് കേട്ടോ. കോട്ടയം. ഇനി കർണാടകവുമായി അതിർത്തി പങ്കിടുന്ന ജില്ല ഏതൊക്കെയാണ്? കർണാടകവുമായി അതിർത്തി പങ്കിടുന്ന ജില്ലകൾ ചോദിച്ചാൽ അത് കാസർഗോഡ്, കണ്ണൂര്, വയനാടാണ് കേട്ടോ. കാസർഗോഡ്, കണ്ണൂർ, വയനാടൊക്കെയാണ് കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന ജില്ലകൾ കേട്ടോ. ഇനി 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ജില്ല ഏതാണ്? 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ജില്ല ചോദിച്ചാൽ അത് വയനാടാണ് കേട്ടോ. ഏതൊക്കെയാണ്? തമിഴ്നാടും കർണാടകവും. തമിഴ്നാടും കർണാടകവുമായിട്ടാണ് വയനാട് അതിർത്തി പങ്കിടുന്നത് കേട്ടോ. ഇനി 27-ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഓപ്ഷൻ എ MS സ്വാമിനാഥൻ, ഓപ്ഷൻ ബി ജോൺ ജോസഫ് മർഫി, ഓപ്ഷൻ സി ഡോക്ടർ വർഗീസ് കുര്യൻ, ഓപ്ഷൻ ഡി സുന്ദർലാൽ ബഹുഗുണ. അത് ഓപ്ഷൻ ബി ജോൺ ജോസഫ് മർഫി ആണ് കേട്ടോ. ഇന്ത്യൻ റബ്ബർ കൃഷിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ജോൺ ജോസഫ് മർഫി ആണ്. അദ്ദേഹം അയർലൻഡ് സ്വദേശിയാണ് കേട്ടോ. അയർലൻഡ് സ്വദേശിയാണ് ജോൺ ജോസഫ് മർഫി കേട്ടോ. ഇനി ജോൺ ജോസഫ് മർഫി സുഹൃത്തുക്കളോടൊപ്പം പെരിയാറിന്റെ തീരത്ത് ആലുവയ്ക്കടുത്തായി റബ്ബർ കൃഷി ആരംഭിച്ച വർഷം ചോദിച്ചാൽ 1902-ലാണ് കേട്ടോ. ജോൺ ജോസഫ് മർഫി സുഹൃത്തുക്കളോടൊപ്പം പെരിയാറിന്റെ തീരത്ത് ആലുവയ്ക്കടുത്തായി റബ്ബർ കൃഷി ആരംഭിച്ച വർഷം 1902-ആണ്. ഇനി കേരളത്തിലെ പ്രധാന വാണിജ്യ വിള ചോദിച്ചാൽ അത് ഏതാണ്? റബ്ബർ ആണ് കേട്ടോ. കേരളത്തിലെ പ്രധാന വാണിജ്യ വിള ചോദിച്ചാൽ അത് റബ്ബർ ആണ്. റബ്ബർ കൃഷി ചെയ്യുന്നതിന് ഏറ്റവും അനുയോജ്യമായ ഭൂവിഭാഗം ചോദിച്ചാൽ അത്
ഇടനാടാണ് കേട്ടോ. റബ്ബർ കൃഷി ചെയ്യുന്നതിന് ഏറ്റവും അനുയോജ്യമായ ഭൂവിഭാഗം ചോദിച്ചാൽ അത് ഇടനാടാണ് കേട്ടോ, ഇടനാട്. ഇനി 28ാമത്തെ ക്വസ്റ്റ്യൻ, ഏത് ജില്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ തിരുവനന്തപുരം, ഓപ്ഷൻ ബി കണ്ണൂര്, ഓപ്ഷൻ സി കൊല്ലം, ഓപ്ഷൻ ഡി മലപ്പുറം. അത് ഓപ്ഷൻ സി കൊല്ലമാണ് കേട്ടോ. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം സ്ഥിതി ചെയ്യുന്നത് കൊല്ലമാണ്. ഇനി കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ചോദിച്ചാൽ അത് ഏതാണ്? അത് ശാസ്താംകോട്ട കായലാണ് കേട്ടോ. ശാസ്താംകോട്ട കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം എന്നറിയപ്പെടുന്നത്. ഇനി 29ാമത്തെ ക്വസ്റ്റ്യൻ, കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള ദേശീയ ജലപാത ഏതാണ്? ഓപ്ഷൻ എ NW1, ഓപ്ഷൻ ബി NW3, ഓപ്ഷൻ സി NW5, ഓപ്ഷൻ ഡി NW6. അത് NW3 ആണ് കേട്ടോ. കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള ദേശീയ ജലപാത NW3 ആണ്. ഇപ്പോൾ എവിടെ മുതൽ എവിടം വരെയാണ്? കൊല്ലം മുതൽ കോഴിക്കോട് വരെയാണ് കേട്ടോ. കൊല്ലം മുതൽ കോഴിക്കോട് വരെയാണ് NW3 ബന്ധിപ്പിക്കുന്നത്. ഇനി 30ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന ഒരു പ്രധാനപ്പെട്ട അക്ഷാംശ രേഖ ഏത്? ഓപ്ഷൻ എ ഉത്തരായന രേഖ, ഓപ്ഷൻ ബി ദക്ഷിണായന രേഖ, ഓപ്ഷൻ സി ഭൂമധ്യരേഖ, ഓപ്ഷൻ ഡി ആർട്ടിക് വൃത്തം. അത് ഓപ്ഷൻ എ ഉത്തരായന രേഖയാണ് കേട്ടോ, ഉത്തരായന രേഖ. ഇനി ഒരു ഗ്ലോബില് കുറുകെ കാണപ്പെടുന്ന വരകളെ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഒരു ഗ്ലോബില് കുറുകെ കാണപ്പെടുന്ന വരകളെ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? അതാ അക്ഷാംശ രേഖകൾ എന്നറിയപ്പെടുന്നു, അഥവാ ലാറ്റിറ്റ്യൂഡ് എന്നറിയപ്പെടുന്നു കേട്ടോ. ഒരു ഗ്ലോബില് കുറുകെ കാണുന്ന വരകളെ പറയുന്നതാണ് അക്ഷാംശ രേഖകൾ. ഭൂമിയുടെ കേന്ദ്രത്തിൽ നിന്ന് ഭൗമോപരിതലത്തിലെ ഓരോ ബിന്ദുക്കളിലേക്കുമുള്ള കോണീയ അകലത്തെ അറിയപ്പെടുന്നത് അക്ഷാംശം എന്നറിയപ്പെടുന്നു കേട്ടോ. അക്ഷാംശം എന്നറിയപ്പെടുന്നു. ഒരേ കോണീയ അളവുകൾ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന രേഖകളാണ് എന്താണ്? അക്ഷാംശ രേഖകൾ എന്നറിയപ്പെടുന്നത് കേട്ടോ. ഒരേ കോണീയ അളവുകൾ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന രേഖകളാണ് അക്ഷാംശ രേഖകൾ എന്നറിയപ്പെടുന്നത്. ഇനി ഭൂമിയുടെ കേന്ദ്ര ഭാഗത്തു കൂടി കടന്നു പോകുന്ന സാങ്കല്പിക ദണ്ഡ് ഏതാണ്? അത് അച്ചുതണ്ടാണ് കേട്ടോ. ഏതാണ്? അച്ചുതണ്ടാണ്. ഇനി ഭൂമിയെ 2 അർദ്ധഗോളങ്ങളായി വിഭജിക്കുന്ന അക്ഷാംശ രേഖ ഏതാണ്? ഭൂമിയെ 2 അർദ്ധഗോളങ്ങളായി വിഭജിക്കുന്ന അക്ഷാംശ രേഖ ചോദിച്ചാൽ അത് ഭൂമധ്യരേഖയാണ് കേട്ടോ, ഭൂമധ്യരേഖ. ഇനി ഏറ്റവും വലിയ അക്ഷാംശ രേഖ ചോദിച്ചാൽ അത് ഭൂമധ്യരേഖയാണ്. ഏതാണ്? ഏറ്റവും വലിയ അക്ഷാംശ രേഖ ചോദിച്ചാൽ അതേതാണ്? അത് ഭൂമധ്യരേഖയാണ്. 0 ഡിഗ്രി അക്ഷാംശ രേഖ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? 0 ഡിഗ്രി അക്ഷാംശ രേഖ ഭൂമധ്യരേഖയാണ് കേട്ടോ, ഭൂമധ്യരേഖ. ഭൂമധ്യരേഖയുടെ കോണീയ അളവ് ചോദിച്ചാൽ അത് 0 ഡിഗ്രി ആണ്. ഇനി ഭൂമധ്യരേഖയ്ക്ക് 90 ഡിഗ്രി വടക്ക് കാണപ്പെടുന്ന അക്ഷാംശം ഏതാണ്? ഭൂമധ്യരേഖയ്ക്ക് 90 ഡിഗ്രി വടക്ക് കാണപ്പെടുന്ന അക്ഷാംശം ചോദിച്ചാൽ അത് ഉത്തര ധ്രുവമാണ് കേട്ടോ. ഭൂമധ്യരേഖയ്ക്ക് 90 ഡിഗ്രി വടക്ക് കാണപ്പെടുന്ന അക്ഷാംശമാണ് ഉത്തര ധ്രുവം. ഇനി ഭൂമധ്യരേഖയ്ക്ക് 90 ഡിഗ്രി തെക്ക് കാണപ്പെടുന്ന അക്ഷാംശം ഏതാണ്? അത് ദക്ഷിണ ധ്രുവമാണ് കേട്ടോ, ദക്ഷിണ ധ്രുവം. 66.5 ഡിഗ്രി വടക്ക് അക്ഷാംശം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? 66 ഡിഗ്രി വടക്ക് അക്ഷാംശം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? അത് ആർട്ടിക് വൃത്തമാണ് കേട്ടോ, ആർട്ടിക് വൃത്തം. ഇനി 66 ഡിഗ്രി തെക്ക് അക്ഷാംശമാണ് അന്റാർട്ടിക് വൃത്തം കേട്ടോ. 66 ഡിഗ്രി തെക്ക് അക്ഷാംശം അറിയപ്പെടുന്നത് അന്റാർട്ടിക് വൃത്തം എന്നറിയപ്പെടുന്നു. ഇനി 23.5 ഡിഗ്രി വടക്ക് അക്ഷാംശം ഉത്തരായന രേഖ. എന്താണ്? 23.5 ഡിഗ്രി വടക്ക് അക്ഷാംശം ഉത്തരായന രേഖ കേട്ടോ. ഇനി 23.5 ഡിഗ്രി തെക്ക് അക്ഷാംശമാണ് ഏത്? ദക്ഷിണായന രേഖ. ഇനി 0 ഡിഗ്രി രേഖാംശം അറിയപ്പെടുന്നതാണ് മാനക രേഖാംശം എന്നറിയപ്പെടുന്നത് കേട്ടോ. 0 ഡിഗ്രി രേഖാംശം അറിയപ്പെടുന്നത് മാനക രേഖാംശം എന്നറിയപ്പെടുന്നു. ഇനി 31ാമത്തെ ക്വസ്റ്റ്യൻ, സിംഹവാലൻ കുരങ്ങുകൾക്ക് പേര് കേട്ട ദേശീയ ഉദ്യാനം ഏത്? അത് ഓപ്ഷൻ ബി സൈലന്റ് വാലി ആണ് കേട്ടോ. സിംഹവാലൻ കുരങ്ങുകൾക്ക് പേര് കേട്ട ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. 32ാമത്തെ ക്വസ്റ്റ്യൻ, അതിരപ്പള്ളി വെള്ളച്ചാട്ടം ഏത് ജലാശയത്തിൽ സ്ഥിതി ചെയ്യുന്നു? അത് ചാലക്കുടി പുഴയാണ് കേട്ടോ. അതിരപ്പള്ളി വെള്ളച്ചാട്ടം ചാലക്കുടി പുഴയിലാണ്. ഇനി കേരളത്തിലെ 2ാമത്തെ വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഓപ്ഷൻ എ ഇടമലയാർ, ഓപ്ഷൻ ബി ഇടുക്കി, ഓപ്ഷൻ സി ശബരിഗിരി, ഓപ്ഷൻ ഡി കല്ലട. അത് ഓപ്ഷൻ സി ശബരിഗിരിയാണ് കേട്ടോ. കേരളത്തിലെ 2ാമത്തെ വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണെന്ന് വെച്ചാൽ അത് ശബരിഗിരിയാണ്. നമ്മൾ ഈ ക്വസ്റ്റിന്റെ ഒക്കെ റിലേറ്റഡ് ഫാക്ട് നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ, അതുകൊണ്ടാണ് ഓപ്ഷൻ വായിച്ച് അങ്ങനെ പോകുന്നത്. ഇനി 34ാമത്തെ ക്വസ്റ്റ്യൻ, ഏത് രാജ്യമാണ് ഇന്ത്യയുമായി ഏറ്റവും അധികം കര അതിർത്തി പങ്കിടുന്നത്? അത് ഓപ്ഷൻ ഡി ബംഗ്ലാദേശ് ആണ് കേട്ടോ. ഏത് രാജ്യമാണ്
ഇന്ത്യയുമായി ഏറ്റവും അധികം കര അതിർത്തി പങ്കിടുന്നത് അത് ബംഗ്ലാദേശാണ്. ഇനി ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ എത്രയാണ്? ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ എത്രയാണ്? അത് 9 കേട്ടോ. 9 രാജ്യങ്ങളാണ്. ഇനി ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ് 7 കേട്ടോ. ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ചോദിച്ചാൽ അത് 7 ഏതൊക്കെയാണ്? പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, ചൈന, മ്യാൻമാർ, നേപ്പാൾ, ഭൂട്ടാൻ. ഒന്നുകൂടെ പറയാം. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, ചൈന, മ്യാൻമാർ, നേപ്പാൾ, ഭൂട്ടാൻ. ഇതൊക്കെയാണ് ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ. ഇനി ഇന്ത്യയുമായി സമുദ്ര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ എത്രയാണ്? അത് 2 കേട്ടോ. 2 ഏതൊക്കെയാണ്? അത് ശ്രീലങ്കയും മാലിദ്വീപുമാണ് കേട്ടോ. ശ്രീലങ്കയും മാലിദ്വീപുമാണ്. ഇനി ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽരാജ്യം ചോദിച്ചാൽ ഏത് പറയും? ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽരാജ്യം ചോദിച്ചാൽ അത് ചൈനയാണ്. ഇനി ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽരാജ്യം ചോദിച്ചാൽ അത് മാലിദ്വീപാണ് കേട്ടോ. ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽരാജ്യം ഏതാണ്? അത് മാലിദ്വീപാണ്. ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം ഏതാണ്? ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം ചോദിച്ചാൽ അത് ഭൂട്ടാനാണ് കേട്ടോ. ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യമാണ് ഭൂട്ടാന്. ഇനി ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കര അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് ബംഗ്ലാദേശ്. എന്താണ്? ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കര അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് ബംഗ്ലാദേശ്. ഇനി ഇന്ത്യയുമായി ഏറ്റവും കുറവ് കര അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണ്? ഇന്ത്യയുമായി ഏറ്റവും കുറവ് കര അതിർത്തി പങ്കിടുന്ന രാജ്യം ചോദിച്ചാൽ അത് അഫ്ഗാനിസ്ഥാനാണ് കേട്ടോ. അഫ്ഗാനിസ്ഥാനാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 35ാമത്തെ ക്വസ്റ്റ്യൻ. ഉത്തര മഹാസമുദ്രത്തിൽ പ്രധാനമായും കാണപ്പെടുന്ന മണ്ണിനം ഏത്? ഓപ്ഷൻ എ കറുത്ത മണ്ണ്, ഓപ്ഷൻ ബി എക്കൽ മണ്ണ്, ഓപ്ഷൻ സി ചുവന്ന മണ്ണ്, ഓപ്ഷൻ ഡി വനമണ്ണ്. അത് ഓപ്ഷൻ ബി എക്കൽ മണ്ണാണ് കേട്ടോ. ഉത്തര മഹാസമുദ്രത്തിൽ പ്രധാനമായും കാണപ്പെടുന്ന മണ്ണ് ഏതാണ്? അത് എക്കൽ മണ്ണാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം അത് എക്കൽ മണ്ണാണ് കേട്ടോ. ഇനി സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികളുടെ നിക്ഷേപ ഫലമായി രൂപം കൊള്ളുന്ന മണ്ണിനം ഏതാണ്? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികളുടെ നിക്ഷേപ ഫലമായി രൂപം കൊള്ളുന്ന മണ്ണിനമാണ് എക്കൽ മണ്ണ് എന്നറിയപ്പെടുന്നത്. ഇനി നദീതീരങ്ങളിലും ഉത്തരേന്ത്യൻ സമതലങ്ങളിലും വ്യാപകമായി കാണപ്പെടുന്ന മണ്ണ് ഏതാണ്? നദീതീരങ്ങളിലും ഉത്തരേന്ത്യൻ സമതലങ്ങളിലും വ്യാപകമായി കാണപ്പെടുന്ന മണ്ണാണ് എക്കൽ മണ്ണ് കേട്ടോ. ഇനി നെല്ല്, ഗോതമ്പ്, കരിമ്പ് തുടങ്ങിയവയുടെ കൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ് എക്കൽ മണ്ണ്. ഏതൊക്കെയാണ്? നെല്ല്, ഗോതമ്പ്, കരിമ്പ് തുടങ്ങിയവയുടെ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ചോദിച്ചാൽ അത് എക്കൽ മണ്ണാണ് കേട്ടോ. ഇനി നദികളും അരുവികളും വഹിച്ചുകൊണ്ട് വന്ന് നിക്ഷേപിക്കപ്പെടുന്ന മണ്ണ് ഏതാണ്? അത് എക്കൽ മണ്ണാണ് കേട്ടോ. നദികളും അരുവികളും വഹിച്ചുകൊണ്ട് വന്ന് നിക്ഷേപിക്കപ്പെടുന്ന മണ്ണാണ് എക്കൽ മണ്ണ് കേട്ടോ. ഇനി എക്കൽ മണ്ണിൽ ധാരാളം അടങ്ങിയിരിക്കുന്ന ധാതു ചോദിച്ചാൽ അത് ഏതാണ്? പൊട്ടാഷ് ആണ് കേട്ടോ. എക്കൽ മണ്ണിൽ ധാരാളം അടങ്ങിയിട്ടുള്ള ധാതു ചോദിച്ചാൽ അത് പൊട്ടാഷ് ആണ്. കുറവ് അടങ്ങിയിട്ടുള്ളത് ഏതാണ്? ഫോസ്ഫറസ് ആണ് കേട്ടോ. ഇനി ഓരോ വർഷവും വെള്ളപ്പൊക്ക ഫലമായി രൂപം കൊള്ളുന്ന പുതിയ ഇനം എക്കൽ മണ്ണ് ഏതാണ്? ഓരോ വർഷവും വെള്ളപ്പൊക്ക ഫലമായി രൂപം കൊള്ളുന്ന പുതിയ ഇനം എക്കൽ മണ്ണ് ചോദിച്ചാൽ അത് ഖാദറാണ് കേട്ടോ. ഖാദർ. ഇനി അഗ്നിപർവ്വത അവശിഷ്ടങ്ങളുടെയും ലാവയുടെയും പ്രഭാവത്തിൽ ഏത് മണ്ണാണ് രൂപപ്പെടുന്നത്? അഗ്നിപർവ്വത അവശിഷ്ടങ്ങളുടെയും ലാവയുടെയും പ്രഭാവത്തിൽ രൂപപ്പെടുന്ന മണ്ണ് ഏതാണ്? അത് കറുത്ത മണ്ണാണ് കേട്ടോ. ഏതാണ്? കറുത്ത മണ്ണാണ്. ഇനി ഡെക്കാൻ പീഠഭൂമിയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും കാണപ്പെടുന്ന മണ്ണ് ഏതാണ്? ഡെക്കാൻ പീഠഭൂമിയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും കാണപ്പെടുന്ന മണ്ണിനം ചോദിച്ചാൽ അത് കറുത്ത മണ്ണാണ് കേട്ടോ. ചെർണോസം എന്ന പേരിൽ അറിയപ്പെടുന്ന മണ്ണ് ഏതാണ്? ചെർണോസം എന്ന പേരിൽ അറിയപ്പെടുന്ന മണ്ണ് ചോദിച്ചാല് അത് കറുത്ത മണ്ണാണ് കേട്ടോ. ഇനി ബസാൾട്ട് ശിലകൾക്ക് അപക്ഷയം സംഭവിച്ചുണ്ടാകുന്ന മണ്ണ് ഏതാണ്? ബസാൾട്ട് ശിലകൾക്ക് അപക്ഷയം സംഭവിച്ചുണ്ടാകുന്ന മണ്ണ് ചോദിച്ചാൽ അത് കറുത്ത മണ്ണാണ് കേട്ടോ. പരുത്തി കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണ് അത് കറുത്ത മണ്ണാണ്. എന്താണ്? പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ചോദിച്ചാൽ അത് കറുത്ത മണ്ണാണ്. ഇനി കറുത്ത മണ്ണ് അറിയപ്പെടുന്ന മറ്റു പേര് എന്താണ്? റിഗർ മണ്ണ്. റിഗർ മണ്ണ് എന്നറിയപ്പെടുന്ന മണ്ണാണ് ഏതാ? കറുത്ത മണ്ണ് കേട്ടോ. ഇനി ഈർപ്പം സംരക്ഷിച്ച് വെക്കാനുള്ള കഴിവ് ഏറ്റവും കൂടുതലുള്ള മണ്ണിനം ചോദിച്ചാൽ അത് കറുത്ത മണ്ണാണ് കേട്ടോ. സ്റ്റേറ്റ്മെന്റിലൊക്കെ ചിലപ്പോൾ ചോദിക്കാം. ഈർപ്പം സംഭരിച്ച് വയ്ക്കാനുള്ള കഴിവ് ഏറ്റവും കൂടുതലുള്ള മണ്ണിനം ചോദിച്ചാൽ അത് കറുത്ത മണ്ണാണ് കേട്ടോ. കറുത്ത മണ്ണ്. ഇനി കായാന്തരിത ശിലകളും പരൽ രൂപ ശിലകളും പൊടിഞ്ഞു രൂപം കൊള്ളുന്ന മണ്ണ് ഏതാണ്? കായാന്തരിത ശിലകളും പരൽ രൂപ ശിലകളും പൊടിഞ്ഞു രൂപം കൊള്ളുന്ന മണ്ണ് ചോദിച്ചാൽ അത് ചെമ്മണ്ണാണ് കേട്ടോ. ചെമ്മണ്ണാണ്. കായാന്തരിത ശിലകളും പരൽ രൂപ ശിലകളും പൊടിഞ്ഞു രൂപം കൊള്ളുന്ന മണ്ണ് ചോദിച്ചാൽ അത് ചെമ്മണ്ണാണ് കേട്ടോ. ഇനി ചെമ്മണ്ണിന്റെ ചുവപ്പ് നിറത്തിന് കാരണം എന്താണ്? ചെമ്മണ്ണിന്റെ ചുവപ്പ് നിറത്തിന്റെ കാരണം ചോദിച്ചാൽ അത് അയൺ ഓക്സൈഡിന്റെ സാന്നിധ്യമാണ് കേട്ടോ. ഇരുമ്പിന്റെ അംശം കൂടുതലുള്ള മണ്ണിനം ചോദിച്ചാൽ അത് ചെമ്മണ്ണാണ് കേട്ടോ. ഏതാണ്? ഇരുമ്പിന്റെ അംശം കൂടുതലുള്ള മണ്ണാണ്
ഇരുമ്പിന്റെ അംശം കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് ചോദിച്ചാൽ അത് ചെമ്മണ്ണാണ്, ചെമ്മണ്ണ്. ഇനി ചെങ്കൽ മണ്ണ് അഥവാ ലാറ്ററൈറ്റ് സോയില്, ചെങ്കൽ മണ്ണ് അഥവാ ലാറ്ററൈറ്റ് സോയില്. ചെങ്കൽ മണ്ണ് രൂപം കൊള്ളുന്ന പ്രക്രിയ അറിയപ്പെടുന്നതാണ് ലാറ്ററൈസേഷൻ. എന്താണ് ചെങ്കൽ മണ്ണ് രൂപം കൊള്ളുന്ന പ്രക്രിയ ചോദിച്ചാൽ അത് ലാറ്ററൈസേഷൻ ആണ് കേട്ടോ. ഇനി മൺസൂൺ കാലാവസ്ഥാ മേഖലയിൽ ധാരാളം കണ്ടുവരുന്ന മണ്ണിന് ഏതാണ്? മൺസൂൺ കാലാവസ്ഥാ മേഖലയിൽ ധാരാളമായിട്ട് കണ്ടുവരുന്ന മണ്ണാണ് ചെങ്കൽ മണ്ണ് കേട്ടോ, ചെങ്കൽ മണ്ണ്. ഇനി കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിന് ഏതാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിന് ചോദിച്ചാല് അത് ലാറ്ററൈറ്റ് സോയിൽ ആണ് കേട്ടോ. ഇനി ഒമിനിബസ് ഗ്രൂപ്പ് എന്നറിയപ്പെടുന്ന മണ്ണിന് ഏതാണ്? ഒമിനിബസ് ഗ്രൂപ്പ് എന്നറിയപ്പെടുന്ന മണ്ണിന് അത് ചെമ്മണ്ണാണ് കേട്ടോ. ഒമിനിബസ് ഗ്രൂപ്പ് എന്നറിയപ്പെടുന്ന മണ്ണ് ചോദിച്ചാൽ അത് ചെമ്മണ്ണാണ് കേട്ടോ. ഇനി മണ്ണിലെ നൈട്രജൻ ഫിക്സേഷന് സഹായിക്കുന്ന ബാക്ടീരിയ ഏതാണ്? മണ്ണിലെ നൈട്രജൻ ഫിക്സേഷന് സഹായിക്കുന്ന ബാക്ടീരിയ ചോദിച്ചാൽ അതേതാണ്? അത് അസറ്റോബാക്ടർ ആണ് കേട്ടോ, അസറ്റോബാക്ടർ. ഇനി എന്നാണ് ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര മണ്ണ് വർഷമായിട്ട് ആചരിച്ചത്? ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര മണ്ണ് വർഷമായിട്ട് ആചരിച്ചത് അത് 2015 2015. ഇനി ലോക മണ്ണ് ദിനം ചോദിച്ചാൽ എന്താണ്? അത് ഡിസംബർ 5 കേട്ടോ. ലോക മണ്ണ് ദിനം ഡിസംബർ 5. ഇനി 2024 ലോക മണ്ണ് ദിനത്തിന്റെ പ്രമേയം എന്താണ്? 2024 ലോക മണ്ണ് ദിനത്തിന്റെ പ്രമേയം ചോദിച്ചാല് മണ്ണ് പരിപാലിക്കൽ, അളക്കുക, നിരീക്ഷിക്കുക, നിയന്ത്രിക്കുക. എന്താണ്? മണ്ണ് പരിപാലിക്കൽ, അളക്കുക, നിരീക്ഷിക്കുക, നിയന്ത്രിക്കുക കേട്ടോ. ഇനി 2024 ലോക മണ്ണ് ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ചോദിച്ചാൽ അത് തായ്ലൻഡ് ആണ് കേട്ടോ. എന്താണ്? 2024 ലോക മണ്ണ് ദിനത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ചോദിച്ചാല് അത് തായ്ലൻഡ് ആണ്, തായ്ലൻഡ്. ജൈവാംശം കൂടുതൽ ഉള്ള മണ്ണിന് ഏതാണ്? ജൈവാംശം കൂടുതലുള്ള മണ്ണിന് ഏതാണ്? അത് പർവ്വത മണ്ണാണ് കേട്ടോ. ജൈവാംശം കൂടുതലുള്ള മണ്ണിനും ചോദിച്ചാല് അത് ഏതാണ്? പർവ്വത മണ്ണാണ്. ഇനി കണ്ടൽ വനങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള മണ്ണിന് ഏതാണ്? അത് പീറ്റ് മണ്ണാണ് കേട്ടോ. പീറ്റ് മണ്ണാണ് കണ്ടൽ വനങ്ങളുടെ വളർച്ചയ്ക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണ്. ഇനി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനും ചോദിച്ചാൽ അത് എക്കൽ മണ്ണും, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനും ചോദിച്ചാൽ അതേതാണ്? അത് ചെങ്കൽ മണ്ണ് അഥവാ ലാറ്ററൈറ്റ് സോയിൽ കേട്ടോ. ഇനി 36ാമത്തെ ക്വസ്റ്റ്യൻ, പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? അത് ആനമുടിയാണ് കേട്ടോ. ഏതാണ്? പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ചോദിച്ചാല് അത് ആനമുടിയാണ്. ഇനി ലോകത്തിലെ ജൈവ വൈവിധ്യ പ്രധാനമായ കേന്ദ്രങ്ങളിൽ ഒന്നാണ് പശ്ചിമഘട്ടം. എന്താണ്? ലോകത്തിലെ ജൈവ വൈവിധ്യ പ്രധാനമായ കേന്ദ്രങ്ങളിൽ ഒന്നാണ് പശ്ചിമഘട്ടം. പശ്ചിമഘട്ടത്തിന്റെ ശരാശരി നീളം എത്രയാണ്? പശ്ചിമഘട്ടത്തിന്റെ ശരാശരി നീളം ചോദിച്ചാൽ എത്രയാണ്? അത് 1600 കിലോമീറ്റർ ആണ് കേട്ടോ. 1600 കിലോമീറ്റർ ആണ്. ഇനി ഗുജറാത്ത് മഹാരാഷ്ട്ര അതിർത്തി മുതൽ കന്യാകുമാരി വരെയാണ് പശ്ചിമഘട്ടം വ്യാപിച്ചു കിടക്കുന്നത്. എവിടെയാണ്? ഗുജറാത്ത് മഹാരാഷ്ട്ര അതിർത്തി മുതൽ കന്യാകുമാരി വരെ പശ്ചിമഘട്ടം വ്യാപിച്ചു കിടക്കുന്നു. ഇനി പശ്ചിമഘട്ടം കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ എത്രയാണ്? അത് 6 ആണ് കേട്ടോ. പശ്ചിമഘട്ടം കടന്നു പോകുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം 6 ഏതൊക്കെയാണ്? ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടകം, തമിഴ്നാട്, കേരളം. ഏതൊക്കെയാണ്? ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടകം, തമിഴ്നാട്, കേരളം. ഇനി യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ പശ്ചിമഘട്ടത്തെ ഉൾപ്പെടുത്തിയ വർഷം എന്നാണ്? യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ പശ്ചിമഘട്ടത്തെ ഉൾപ്പെടുത്തിയ വർഷം ചോദിച്ചാല് അത് 2012 ജൂലൈ 1 കേട്ടോ. 2012 ജൂലൈ 1 ഇനി അറബിക്കടലിന് സമാന്തരമായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ചോദിച്ചാൽ അത് പശ്ചിമഘട്ടമാണ് കേട്ടോ. അറബിക്കടലിന് സമാന്തരമായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ചോദിച്ചാൽ അത് പശ്ചിമഘട്ടമാണ്. ഇനി പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. പശ്ചിമഘട്ടത്തിന്റെ തെക്കേ അറ്റത്തുള്ള മലനിര ഏതാണ്? പശ്ചിമഘട്ടത്തിന്റെ തെക്കേ അറ്റത്തുള്ള മലനിര ചോദിച്ചാൽ അത് അഗസ്ത്യാർ മലയാണ് കേട്ടോ. അഗസ്ത്യാർ മലനിരകളാണ്, അഗസ്ത്യാർ മലനിരകളാണ്. ഇനി മഹാരാഷ്ട്ര, കർണാടക എന്നീ സംസ്ഥാനങ്ങളിൽ പശ്ചിമഘട്ടം അറിയപ്പെടുന്ന പേരെന്താണ്? മഹാരാഷ്ട്ര, കർണാടക എന്നീ സംസ്ഥാനങ്ങളിൽ പശ്ചിമഘട്ടം അറിയപ്പെടുന്ന പേരെന്താണ്? അത് സഹ്യാദ്രി എന്നാണ് കേട്ടോ. ഇനി പശ്ചിമഘട്ടം കേരളത്തിൽ അറിയപ്പെടുന്ന പേരെന്താണ്? പശ്ചിമഘട്ടം കേരളത്തിൽ അറിയപ്പെടുന്നത് സഹ്യപർവ്വതം എന്നറിയപ്പെടുന്നു കേട്ടോ. സഹ്യപർവ്വതം എന്നറിയപ്പെടുന്നു. ഇനി പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സംഗമിക്കുന്ന സ്ഥലം ഏതാണ്? പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സന്ധിക്കുന്നത് എവിടെ വെച്ചാണ്? അത് നീലഗിരി കുന്നുകളാണ് കേട്ടോ. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സന്ധിക്കുന്നത് നീലഗിരി കുന്നുകളാണ് കേട്ടോ. ഇനി പശ്ചിമഘട്ടത്തിന്റെ പരിസ്ഥിതി സംരക്ഷണത്തെ കുറിച്ച് പഠിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റി ഏതാണ്? പശ്ചിമഘട്ടത്തിന്റെ പരിസ്ഥിതി സംരക്ഷണത്തെ കുറിച്ച് പഠിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റി ചോദിച്ചാൽ അത് മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റിയാണ് കേട്ടോ. മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റിയാണ് കേട്ടോ. ഇനി മാധവ് ഗാഡ്ഗിൽ
റിപ്പോർട്ട് നടപ്പിലാക്കുന്നതിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റി ഏതാണ്? മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പിലാക്കുന്നതിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റി ചോദിച്ചാൽ അത് കസ്തൂരി രംഗൻ കമ്മിറ്റിയാണ് കേട്ടോ. കസ്തൂരി രംഗൻ കമ്മിറ്റി വർഷം ചോദിച്ചാൽ 2013 ഏപ്രിൽ ആണ് കേട്ടോ റിപ്പോർട്ട് സമർപ്പിച്ചത്. കസ്തൂരി രംഗൻ കേന്ദ്രത്തിന് റിപ്പോർട്ട് സമർപ്പിച്ചത് 2013 ഏപ്രിൽ ആണ് കേട്ടോ. ഇനി കസ്തൂരി രംഗൻ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുന്നതിനെ കുറിച്ച് പഠിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് നിയോഗിച്ച കമ്മിറ്റി ഏതാണ്? കസ്തൂരി രംഗൻ റിപ്പോർട്ട് നടപ്പിലാക്കുന്നതിനെ കുറിച്ച് പഠിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് നിയോഗിച്ച കമ്മിറ്റി ചോദിച്ചാൽ അത് ഉമ്മൻ കമ്മിറ്റിയാണ് കേട്ടോ. ഉമ്മൻ കമ്മിറ്റിയാണ്. ഇനി പശ്ചിമഘട്ട മലനിരയിലെ ഏറ്റവും വലിയ പട്ടണം ചോദിച്ചാൽ ഏത് പറയും? പശ്ചിമഘട്ട മലനിരയിലെ ഏറ്റവും വലിയ പട്ടണം ചോദിച്ചാൽ ഏത് പറയും? അത് പൂനെയാണ് കേട്ടോ. പൂനെ മഹാരാഷ്ട്രയാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന കടലിടുക്ക്. ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന കടലിടുക്ക് ചോദിച്ചാല് അത് ഓപ്ഷൻ എ പാക് കടലിടുക്കാണ് കേട്ടോ. പാക് കടലിടുക്കാണ്. ഇനി ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? അത് റാഡ്ക്ലിഫ് ലൈൻ എന്നറിയപ്പെടുന്നത് കേട്ടോ. ഇനി ഇന്ത്യ ചൈന അതിർത്തി രേഖ ഏതാണ്? ഇന്ത്യ ചൈന അതിർത്തി രേഖ ചോദിച്ചാൽ അത് മക്മോഹൻ രേഖയാണ് കേട്ടോ. മക്മോഹൻ രേഖ. ഇനി ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ അതിർത്തി രേഖ ഏത് പേരിൽ അറിയപ്പെടുന്നത്? ഇന്ത്യ അഫ്ഗാനിസ്ഥാന് അത് ഡ്യൂറന്റ് രേഖ എന്നറിയപ്പെടുന്നത് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 38ാമത്തെ ക്വസ്റ്റ്യൻ, ഹിമാലയൻ നദി അല്ലാത്തത് ഏത്? ഓപ്ഷൻ എ കൃഷ്ണ, ഓപ്ഷൻ ബി രവി, ഓപ്ഷൻ സി യമുന, ഓപ്ഷൻ ഡി അളകനന്ദ. അത് ഓപ്ഷൻ എ കൃഷ്ണയാണ് കേട്ടോ. ഹിമാലയൻ നദി അല്ലാത്തത് ഏതാണെന്ന് ചോദിച്ചാൽ അത് കൃഷ്ണയാണ്. ഏതൊക്കെയാണ് പ്രധാന ഹിമാലയൻ നദികൾ ഏതൊക്കെയാണ്? അത് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്രയാണ് കേട്ടോ. പ്രധാന ഹിമാലയൻ നദികൾ ചോദിച്ചാല് അത് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്രയാണ് കേട്ടോ. ഇനി ഗംഗാ നദി ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? ഗംഗാ നദി ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? അത് ഉത്തരാഖണ്ഡിലെ ഗംഗോത്രി ഹിമാനിക്ക് സമീപത്തുള്ള ഗായ്മുഖ് കേവിൽ നിന്നാണ് കേട്ടോ. എന്താണ്? ഉത്തരാഖണ്ഡിലെ ഗംഗോത്രി ഹിമാനിക്ക് സമീപമുള്ള ഗായ്മുഖ് കേവിൽ നിന്നാണ് ഗംഗാ നദി ഉത്ഭവിക്കുന്നത്. ഇനി ഇന്ത്യയിലൂടെയുള്ള ഗംഗാ നദിയുടെ നീളം എത്രയാണ്? ഇന്ത്യയിലൂടെയുള്ള ഗംഗാ നദിയുടെ നീളം ചോദിച്ചാൽ അത് 2525 കേട്ടോ. 2525. ഇനി ഇന്ത്യയുടെ ദേശീയ നദി ഏതാണ്? ഇന്ത്യയുടെ ദേശീയ നദി ചോദിച്ചാൽ അത് ഗംഗയാണ് കേട്ടോ. ഇന്ത്യയുടെ ദേശീയ നദി ചോദിച്ചാൽ അത് ഗംഗയാണ്. ഇനി ഗംഗാ നദിയെ ദേശീയ നദിയായി പ്രഖ്യാപിച്ച വർഷം എന്നാണ്? ഗംഗാ നദിയെ ദേശീയ നദിയായി പ്രഖ്യാപിച്ച വർഷം ചോദിച്ചാൽ അത് 2008 നവംബർ 4-നാണ് കേട്ടോ. 2008 നവംബർ 4-നാണ്. ഇനി ഗംഗാ നദി ഏറ്റവും കൂടുതൽ ഒഴുകുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഗംഗാ നദി ഏറ്റവും കൂടുതൽ ഒഴുകുന്ന ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാല് അത് ഉത്തർപ്രദേശ് ആണ് കേട്ടോ. ഇനി ഗംഗാ നദിയുടെ പ്രധാന പോഷക നദികൾ ഏതൊക്കെയാണ്? അത് യമുന, കോസി, ദാമോദർ, സോൺ, ഘാഗ്ര, ഗോമതി, ഗണ്ഡക്. ഇതൊക്കെയാണ് ഗംഗാ നദിയുടെ പ്രധാന പോഷക നദി. ഏതൊക്കെയാണ്? യമുന, കോസി, ദാമോദർ, സോൺ, ഘാഗ്ര, ഗോമതി, ഗണ്ഡക്. ഇതൊക്കെയാണ് ഗംഗാ നദിയുടെ പ്രധാന പോഷക നദികൾ. ഇനി ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദി ഏതാണ്? ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദി അത് യമുനയാണ് കേട്ടോ. ഇനി ഗംഗയും യമുനയും കൂടിച്ചേരുന്ന സ്ഥലം എവിടെയാണ്? ഗംഗയും യമുനയും കൂടിച്ചേരുന്ന സ്ഥലം ചോദിച്ചാല് അത് അലഹബാദ് ആണ് കേട്ടോ. അലഹബാദ് ആണ് ഗംഗയും യമുനയും കൂടിച്ചേരുന്ന സ്ഥലം ചോദിച്ചാൽ അത് അലഹബാദ് ആണ്. ഇനി ബംഗ്ലാദേശില് ഗംഗാ നദി അറിയപ്പെടുന്ന പേരെന്താണ്? ബംഗ്ലാദേശിൽ ഗംഗാ നദി അറിയപ്പെടുന്ന പേര് ചോദിച്ചാൽ അത് പത്മയാണ് കേട്ടോ. പത്മ. ഇനി ഗംഗാ നദി പതിക്കുന്നത് എവിടെയാണ്? ഗംഗാ നദി പതിക്കുന്നത് അത് ബംഗാൾ ഉൾക്കടലിലാണ് കേട്ടോ. ഗംഗാ നദി പതിക്കുന്നത് ബംഗാൾ ഉൾക്കടലിലാണ്. ഇനി സിന്ധു നദിയുടെ ഉത്ഭവം എവിടെയാണ്? സിന്ധു നദി അത് ടിബറ്റിലെ മാനസ സരോവർ തടാകമാണ് കേട്ടോ. സിന്ധു നദിയുടെ ഉത്ഭവ സ്ഥാനം ചോദിച്ചാല് ടിബറ്റിലെ മാനസ സരോവർ തടാകമാണ്. ഇനി സിന്ധു നദി ഇന്ത്യയിലൂടെ ഒഴുകുന്ന നീളം ചോദിച്ചാല് 709 കിലോമീറ്റർ ആണ് കേട്ടോ. സിന്ധു നദി ഇന്ത്യയിലൂടെ ഒഴുകുന്ന നീളം ചോദിച്ചാൽ അത് 709 കിലോമീറ്റർ ആണ്. പാകിസ്ഥാന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? അത് സിന്ധു ആണ് കേട്ടോ. ഇനി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദി ചോദിച്ചാൽ ഏതാണ്? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദി ചോദിച്ചാൽ അത് സിന്ധു ആണ്. ഇനി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഏറ്റവും പടിഞ്ഞാറുള്ള നദി ചോദിച്ചാൽ അത് സിന്ധു ആണ് കേട്ടോ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഏറ്റവും പടിഞ്ഞാറുള്ള നദി ചോദിച്ചാൽ അത് സിന്ധു ആണ് കേട്ടോ. ഇനി സിന്ധു നദി ഒഴുകുന്ന രാജ്യങ്ങൾ ചോദിച്ചാൽ അത് ഇന്ത്യയും പാകിസ്ഥാനുമാണ്. ഏതൊക്കെയാണ്? ഇന്ത്യയും പാകിസ്ഥാനുമാണ് സിന്ധു നദി ഒഴുകുന്ന രാജ്യങ്ങള്. അറബിക്കടലിൽ പതിക്കുന്ന ഒരേ ഒരു ഹിമാലയൻ നദി ഏതാണ്? അറബിക്കടലിൽ പതിക്കുന്ന ഒരേ ഒരു ഹിമാലയൻ നദി ചോദിച്ചാൽ അത് സിന്ധു ആണ് കേട്ടോ. ഇനി ലഡാക്കിലെ ലേ പട്ടണത്തെ ചുറ്റി ഒഴുകുന്ന നദി ഏതാണ്? ലഡാക്കിലെ ലേ പട്ടണത്തെ ചുറ്റി ഒഴുകുന്ന നദി ചോദിച്ചാല് അത് സിന്ധു ആണ് കേട്ടോ. സിന്ധു. ഇനി സിന്ധുവിന്റെ പ്രധാന പോഷക നദികൾ ഏതൊക്കെയാണ്? അത് സത്ലജ്, രവി, ബിയാസ്, ചലം, ചിനാബ്. ഏതൊക്കെയാണ്?
ചലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ് ഇതൊക്കെയാണ് സിന്ധുവിന്റെ ഏറ്റവും പ്രധാന പോഷക നദികൾ. ഇനി സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദി ഏതാണ്? സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദി ഏതാണ്? അത് ചിനാബ് ആണ് കേട്ടോ, ചിനാബ്. ഇനി ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദി ഏതാണ്? ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദി ചോദിച്ചാൽ അത് സത്ലജ് ആണ് കേട്ടോ. ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദി ചോദിച്ചാൽ അത് സത്ലജ് ആണ്. ഒന്നുകൂടെ പറയാം, സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദി ചോദിച്ചാൽ അത് ചിനാബും, ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദി അത് സത്ലജ് ആണ് കേട്ടോ. സിന്ധുവിന്റെ ഏറ്റവും ചെറിയ പോഷക നദി ഏതാണ്? അത് ബിയാസ് ആണ്. സിന്ധുവിന്റെ ഏറ്റവും ചെറിയ പോഷക നദി ബിയാസ് ആണ്. ഇനി പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിന്റെ പോഷക നദിയാണ് ഏത്? ബിയാസ്. ഇനി ബ്രഹ്മപുത്ര നദി ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? ബ്രഹ്മപുത്ര നദി ഉത്ഭവിക്കുന്നത് അത് മാനസ സരോവർ തടാകത്തിനടുത്ത് ചെമായുങ്തും ഹിമാനിയിൽ നിന്നാണ് കേട്ടോ. ഏതാണ്? മാനസ സരോവർ തടാകത്തിനടുത്ത് ചെമായുങ്തും ഹിമാനിയിൽ നിന്നാണ് ബ്രഹ്മപുത്ര നദി ഉത്ഭവിക്കുന്നത്. ഇനി ബ്രഹ്മപുത്ര നദിയുടെ നീളം എത്രയാണ്? ബ്രഹ്മപുത്ര നദിയുടെ നീളം ചോദിച്ചാൽ അത് 2900 കിലോമീറ്റർ ആണ് കേട്ടോ. ബ്രഹ്മപുത്ര നദിയുടെ നീളം ചോദിച്ചാൽ 2900 കിലോമീറ്റർ ആണ്. ഇനി ഹിമാലയൻ നദികളില് പുരുഷ നാമധേയമുള്ള നദിയാണ് ബ്രഹ്മപുത്ര. എന്താണ്? ഹിമാലയൻ നദികളില് പുരുഷ നാമധേയമുള്ള നദി ചോദിച്ചാൽ അത് ബ്രഹ്മപുത്രയാണ്. ഇനി ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന ഹിമാലയൻ നദിയാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന ഹിമാലയൻ നദി ചോദിച്ചാൽ അത് ബ്രഹ്മപുത്രയാണ്. ചുവന്ന നദി, ആസാമിന്റെ ദുഃഖം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന നദിയാണ് ബ്രഹ്മപുത്ര. പ്രാചീന കാലത്ത് ലൗഹിത്യ എന്നറിയപ്പെടുന്നു. എന്താണ്? പ്രാചീന കാലത്ത് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ലൗഹിത്യ എന്ന പേരിൽ അറിയപ്പെടുന്നത് കേട്ടോ. ഇനി ഏഷ്യയിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപായ മാജുലി ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? ഏഷ്യയിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപായ മാജുലി ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് അത് ബ്രഹ്മപുത്ര നദിയിലാണ് കേട്ടോ. ബ്രഹ്മപുത്ര നദിയിലാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? അത് ഓപ്ഷൻ ഡി വളപട്ടണമാണ് കേട്ടോ. വളപട്ടണം. വിസ്തീർണം കൂടിയ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? വിസ്തീർണം കൂടിയ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? അത് കുമളിയാണ് കേട്ടോ. കുമളി. വിസ്തീർണം കൂടിയ ഗ്രാമപഞ്ചായത്താണ് കുമളി. ജില്ല ചോദിച്ചാല് ഇടുക്കി. ഇനി വിസ്തീർണം കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? വിസ്തീർണം കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് അത് വളപട്ടണമാണ് കേട്ടോ. വളപട്ടണം കണ്ണൂരാണ്. ഇനി ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള വില്ലേജ് ചോദിച്ചാൽ അത് ഉളിയഴത്തുറ തിരുവനന്തപുരമാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള വില്ലേജ് ചോദിച്ചാൽ അത് ഉളിയഴത്തുറ തിരുവനന്തപുരമാണ് കേട്ടോ. ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള വില്ലേജ് ചോദിച്ചാൽ അത് മ്ലാപ്പാറയാണ് കേട്ടോ. ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള വില്ലേജ് ചോദിച്ചാൽ അത് മ്ലാപ്പാറ ഇടുക്കിയാണ്. ഇനി ഏറ്റവും വലിയ താലൂക്ക് ഏതാണ്? ഏറ്റവും വലിയ താലൂക്ക് അത് ഏറനാട് താലൂക്കാണ് കേട്ടോ. ഏറ്റവും വലിയ താലൂക്ക് ചോദിച്ചാല് അത് ഏറനാട് താലൂക്കാണ്. ഇനി ഏറ്റവും ചെറിയ താലൂക്ക് ഏതാണ്? ഏറ്റവും ചെറിയ താലൂക്ക് അത് കുന്നത്തൂർ താലൂക്കാണ് കേട്ടോ. ഏറ്റവും ചെറിയ താലൂക്ക് ചോദിച്ചാൽ അത് കുന്നത്തൂർ താലൂക്കാണ്. ഇനി ഏറ്റവും കുറച്ച് വില്ലേജുകൾ ഉള്ള താലൂക്ക് ഏതാണ്? ഏറ്റവും കുറച്ച് വില്ലേജുകൾ ഉള്ള താലൂക്ക് ചോദിച്ചാല് അത് കുന്നത്തൂരാണ് കേട്ടോ. ഇനി കേരളത്തിലെ ജനസംഖ്യ കൂടിയ താലൂക്ക് ഏതാണ്? അത് കോഴിക്കോടാണ്. കേരളത്തിലെ ജനസംഖ്യ കൂടിയ താലൂക്ക് അത് കോഴിക്കോടാണ്. ഇനി കേരളത്തിലെ ജനസംഖ്യ കുറഞ്ഞ താലൂക്ക് അത് മല്ലപ്പള്ളിയാണ് കേട്ടോ. കേരളത്തിലെ ജനസംഖ്യ കുറഞ്ഞ താലൂക്ക് മല്ലപ്പള്ളി, പത്തനംതിട്ട. ഇനി ഏറ്റവും വലിയ നിയോജക മണ്ഡലം ഏതാണ്? ഏറ്റവും വലിയ നിയോജക മണ്ഡലം ഏതാണ്? അത് ഉടുമ്പൻചോലയാണ് കേട്ടോ. ഏറ്റവും വലിയ നിയോജക മണ്ഡലം ചോദിച്ചാൽ അത് ഉടുമ്പൻചോലയാണ്. ഇനി ഏറ്റവും ചെറിയ നിയോജക മണ്ഡലം ഏതാണ്? ഏറ്റവും ചെറിയ നിയോജക മണ്ഡലം അത് മഞ്ചേശ്വരാണ് കേട്ടോ. ഇനി ജനസംഖ്യ ഏറ്റവും കൂടി കോർപ്പറേഷൻ ഏതാണ്? ജനസംഖ്യ ഏറ്റവും കൂടി കോർപ്പറേഷൻ ഏതാണ്? അത് തിരുവനന്തപുരമാണ്. ജനസംഖ്യ ഏറ്റവും കൂടി കോർപ്പറേഷൻ ചോദിച്ചാൽ തിരുവനന്തപുരവും, ജനസംഖ്യ ഏറ്റവും കുറഞ്ഞ കോർപ്പറേഷൻ ചോദിച്ചാൽ അത് തൃശ്ശൂരുമാണ് കേട്ടോ. ജനസംഖ്യ ഏറ്റവും കുറഞ്ഞ കോർപ്പറേഷൻ ചോദിച്ചാൽ അത് തൃശ്ശൂരാണ്. ഇനി 40ാമത്തെ ക്വസ്റ്റ്യൻ, നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് ഏത് കായലിലാണ്? ഓപ്ഷൻ എ പുന്നമട, ഓപ്ഷൻ ബി വേമ്പനാട്ട്, ഓപ്ഷൻ സി അഷ്ടമുടി, ഓപ്ഷൻ ഡി പറവൂർ കായൽ. അത് ഓപ്ഷൻ എ പുന്നമട കായലാണ് കേട്ടോ. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് പുന്നമട കായലിലാണ്. ഇനി പ്രസിഡന്റ് ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ ഏതാണ്? പ്രസിഡന്റ് ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ ഏതാണ്?
അത് അഷ്ടമുടി കായലാണ് കേട്ടോ. പ്രസിഡന്റ് ട്രോഫി വള്ളംകളി നടക്കുന്നത് അഷ്ടമുടി കായലാണ്. ഇനി ആറന്മുള വള്ളംകളി നടക്കുന്ന നദി ഏതാണ്? ആറന്മുള വള്ളംകളി നടക്കുന്നത് ഏത് നദിയിലാണ്? അത് പമ്പാ നദിയിലാണ്. ഇനി മദർ തെരേസ വള്ളംകളി ഏത് നദിയിലാണ്? മദർ തെരേസ വള്ളംകളി അത് അച്ചൻകോവിലാണ് കേട്ടോ. അച്ചൻകോവിലാറിലാണ് മദർ തെരേസ വള്ളംകളി നടക്കുന്നത്. ഇനി അയ്യങ്കാളി വള്ളംകളി നടക്കുന്ന കായൽ ഏതാണ്? അയ്യങ്കാളി വള്ളംകളി നടക്കുന്ന കായൽ ചോദിച്ചാല് അത് വെള്ളായണിയാണ് കേട്ടോ. അയ്യങ്കാളി വെള്ളായണി കായലാണ്. ഇനി ശ്രീനാരായണ ട്രോഫി വള്ളംകളി, ശ്രീനാരായണ ട്രോഫി വള്ളംകളി ഏതാണ്? അത് കന്നേറ്റി കായലാണ് കേട്ടോ. എന്താണ്? ശ്രീനാരായണ ട്രോഫി വള്ളംകളി കന്നേറ്റി കായലും ശ്രീനാരായണ ജയന്തി വള്ളംകളിയാണ് കുമരകം. തെറ്റിപ്പോവരുത് കേട്ടോ. എന്താണ്? ശ്രീനാരായണ ട്രോഫി വള്ളംകളി നടക്കുന്നത് കന്നേറ്റി കായലിലും ശ്രീനാരായണ ജയന്തി വള്ളംകളി നടക്കുന്നത് എവിടെയാണ്? അത് കുമരകം കായലിലുമാണ്. ഇനി രാജീവ് ഗാന്ധി വള്ളംകളി നടക്കുന്ന കായൽ ഏതാണ്? രാജീവ് ഗാന്ധി വള്ളംകളി നടക്കുന്ന കായല് അത് പുളിക്കുന്നാണ് കേട്ടോ. രാജീവ് ഗാന്ധി വള്ളംകളി നടക്കുന്ന കായൽ ചോദിച്ചാൽ അത് പുളിക്കുന്ന് കായലാണ് കേട്ടോ. ഇനി താഴത്തങ്ങാടി ബോട്ട് റേസ് ഏത് കായലിലാണ്? താഴത്തങ്ങാടി ബോട്ട് റേസ് നടക്കുന്നത് മീനച്ചിലാറിലാണ് കേട്ടോ. താഴത്തങ്ങാടി ബോട്ട് റേസ് നടക്കുന്നത് മീനച്ചിലാറിലും. ഇനി ഇന്ദിരാഗാന്ധി വള്ളംകളി നടക്കുന്നത് കൊച്ചിയിലുമാണ് കേട്ടോ. ഇന്ദിരാഗാന്ധി വള്ളംകളി നടക്കുന്നത് കൊച്ചിയിലുമാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 41ാമത്തെ ക്വസ്റ്റ്യൻ. ജലത്തിലൂടെ പകരുന്ന ഒരു രോഗമാണ്. ഓപ്ഷൻ എ കോളറ, ഓപ്ഷൻ ബി മലേറിയ, ഓപ്ഷൻ സി ചിക്കൻ ബോക്സ്, ഓപ്ഷൻ ഡി ജലദോഷം. അത് ഓപ്ഷൻ എ കോളറയാണ് കേട്ടോ. ജലത്തിലൂടെ പകരുന്ന ഒരു രോഗമാണ് കോളറ. ഇനി ജലദോഷം, ചിക്കൻ ബോക്സ്, മീസിൽസ്, ക്ഷയം ഇതൊക്കെ പകരുന്ന രീതി എങ്ങനെയാണ്? അത് വായുവിലൂടെയാണ് കേട്ടോ. എങ്ങനെയാണ്? ജലദോഷം, ചിക്കൻ ബോക്സ്, മീസിൽസ്, ക്ഷയം ഇവയൊക്കെ പകരുന്നത് വായുവിലൂടെയാണ്. ഇനി എലിപ്പനി, ടൈഫോയിഡ്, കോളറ, മഞ്ഞപ്പിത്തം ഏതൊക്കെയാണ്? എലിപ്പനി, ടൈഫോയിഡ്, കോളറ, മഞ്ഞപ്പിത്തം ഇതൊക്കെ പകരുന്ന രീതി വെള്ളം, ആഹാരം എന്നിവയിലൂടെയാണ് കേട്ടോ. മലിനമായിട്ടുള്ള വെള്ളം, ആഹാരം എന്നിവയിലൂടെയാണ് പകരുന്നത്. ഇനി മന്ത്, മലമ്പനി, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ ഇതൊക്കെ ഏതാണ്? കൊതുക് മുഖേന പകരുന്ന രോഗങ്ങളാണ് കേട്ടോ. മന്ത്, മലമ്പനി, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ ഇതൊക്കെ എന്താണ്? കൊതുക് മുഖേന പകരുന്ന രോഗങ്ങളാണ്. ഇനി ചെങ്കണ്ണ്, കുഷ്ഠം ഇതൊക്കെ എങ്ങനെയാണ്? സമ്പർക്കം മുഖേനയാണ് കേട്ടോ. ചെങ്കണ്ണ്, കുഷ്ഠം ഇവയൊക്കെ എന്താണ്? സമ്പർക്കം മുഖേനയാണ്. 42ാമത്തെ ക്വസ്റ്റ്യൻ. പല്ലിലെ ഇനാമലിന് നാശമുണ്ടാക്കുന്ന ഏത് ആസിഡാണ് ബാക്ടീരിയ വായിൽ നിർമ്മിക്കുന്നത്? അത് ലാക്റ്റിക് ആസിഡ് ആണ് കേട്ടോ. പല്ലിലെ ഇനാമലിന് നാശമുണ്ടാക്കുന്ന ഏത് ആസിഡാണ് ബാക്ടീരിയ വായിൽ നിർമ്മിക്കുന്നത്? അത് ലാക്റ്റിക് ആസിഡ് ആണ്. ഇനി ശരീരത്തിലെ ഏറ്റവും കഠിനമായ പദാർത്ഥം ഏതാണ്? ശരീരത്തിലെ ഏറ്റവും കഠിനമായ പദാർത്ഥം ചോദിച്ചാൽ അത് ഇനാമലാണ് കേട്ടോ. ഇനാമൽ. ഇനി ഇനാമലിന്റെ നാശത്തിന് കാരണമാകുന്ന ആസിഡ് ചോദിച്ചാൽ അത് ലാക്റ്റിക് ആസിഡ് ആണ്. ഇനി കുട്ടികളിൽ ആദ്യമായി മുളയ്ക്കുന്ന പല്ലുകൾ ഏതാണ്? കുട്ടികളിൽ ആദ്യമായി മുളയ്ക്കുന്ന പല്ലുകൾ ചോദിച്ചാൽ അത് പാൽപ്പല്ലുകളാണ് കേട്ടോ. പാൽപ്പല്ലുകൾ. പാൽപ്പല്ലുകളുടെ എണ്ണം എത്രയാണ്? അത് 20. പാൽപ്പല്ലുകളുടെ എണ്ണം ചോദിച്ചാല് മുകളിലും താഴെയും 10 വീതം കേട്ടോ. മുകളിലും താഴെയും 10 വീതം. ഇനി പാൽപ്പല്ലുകൾക്ക് ശേഷം മുളയ്ക്കുന്ന പല്ലുകളാണ് സ്ഥിരദന്തങ്ങൾ കേട്ടോ. ഏതാണ്? സ്ഥിരദന്തങ്ങള്. ഇനി പ്രായപൂർത്തിയായവരിലെ ആകെ പല്ലുകൾ എത്രയാണ്? പ്രായപൂർത്തിയായവരിലെ ആകെ പല്ലുകൾ ചോദിച്ചാൽ അത് 32 കേട്ടോ. 43ാമത്തെ ക്വസ്റ്റ്യൻ. ഇതിൽ സാംക്രമിക രോഗമല്ലാത്തത് ഏത്? ഓപ്ഷൻ എ ടൈഫോയിഡ്, ഓപ്ഷൻ ബി ക്യാൻസർ, ഓപ്ഷൻ സി മന്ത്, ഓപ്ഷൻ ഡി എയ്ഡ്സ്. അത് ഓപ്ഷൻ ബി ക്യാൻസർ ആണ് കേട്ടോ. സാംക്രമിക രോഗം അല്ലാത്തത് ഏതാണ്? അത് ക്യാൻസർ ആണ്. ഇനി അനിയന്ത്രിതമായ കോശ വിഭജനം വഴി കോശങ്ങൾ പെരുകി ഇതര കലകളിലേക്ക് വ്യാപിക്കുന്ന രോഗാവസ്ഥ ഏതാണ്? അനിയന്ത്രിതമായ കോശ വിഭജനം വഴി കോശങ്ങൾ പെരുകി ഇതര കലകളിലേക്ക് വ്യാപിക്കുന്ന രോഗാവസ്ഥ ചോദിച്ചാൽ അത് ക്യാൻസർ ആണ് കേട്ടോ. ക്യാൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 44ാമത്തെ ക്വസ്റ്റ്യൻ. ECGയുടെ പൂർണ്ണ രൂപം. അത് ഓപ്ഷൻ എ ഇലക്ട്രോ കാർഡിയോഗ്രാം ആണ് കേട്ടോ. ECGയുടെ പൂർണ്ണ രൂപം ചോദിച്ചാൽ അത് ഇലക്ട്രോ കാർഡിയോഗ്രാം ആണ് കേട്ടോ. ഇലക്ട്രോ കാർഡിയോഗ്രാം. ഓപ്ഷൻ അത് ഗ്രാഫ് എന്നൊക്കെ തന്നിട്ടുണ്ട്. അപ്പം കറക്റ്റ് ആയിട്ടുള്ളത് എന്താണ്? ഇലക്ട്രോ കാർഡിയോഗ്രാം ആണ് കേട്ടോ. ഇനി ECGയുടെ ഉപയോഗം എന്താണ്? അത് ഹൃദയപേശിയിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താനാണ് കേട്ടോ. ECGയുടെ ഉപയോഗം എന്താണ്? അത് ഹൃദയപേശിയിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താനാണ്. ഇനി EEGയുടെ പൂർണ്ണരൂപം എന്താണ്? EEGയുടെ പൂർണ്ണരൂപം അത് ഇലക്ട്രോ എൻസെഫലോഗ്രാം ആണ് കേട്ടോ. ഇലക്ട്രോ എൻസെഫലോഗ്രാം ആണ്. ഇനി ഇലക്ട്രോ എൻസെഫലോഗ്രാമിന്റെ ഉപയോഗം എന്താണ്? അത് മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താനാണ്. എന്താണ്?
മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താനാണ് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, പോഷണ പ്രക്രിയയിലെ വിവിധ ഘട്ടങ്ങളുടെ ശരിയായ ഫ്ലോ ചാർട്ട് കണ്ടെത്തുക. അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ ഡി ആണ്. ആഹാര സ്വീകരണം, ദഹനം, ആഗിരണം, സ്വാംശീകരണം കേട്ടോ. അപ്പൊ എങ്ങനെയാണ് പോഷണ പ്രക്രിയയിലെ വിവിധ ഘട്ടങ്ങൾ ഏതൊക്കെയാണ്? അത് ആഹാര സ്വീകരണം, ദഹനം, ആഗിരണം, സ്വാംശീകരണം. ഇനി പോഷണ പ്രക്രിയയിലെ ആദ്യ ഘട്ടമാണ് ആഹാര സ്വീകരണം കേട്ടോ. പോഷണ പ്രക്രിയയിലെ ആദ്യ ഘട്ടം അറിയപ്പെടുന്നത് ആഹാര സ്വീകരണം. ഇനി ആഹാരത്തിൽ അടങ്ങിയ ജൈവ ഘടകങ്ങളെ ശരീരത്തിന് സ്വീകരിക്കാൻ കഴിയുന്ന ലളിത ഘടനയാക്കുന്ന പ്രക്രിയ ഏതാണ്? അത് ദഹനമാണ് കേട്ടോ. എന്താണ്? ആഹാരത്തിൽ അടങ്ങിയ ജൈവ ഘടകങ്ങളെ ശരീരത്തിന് സ്വീകരിക്കാൻ കഴിയുന്ന ലളിത ഘടനയാക്കുന്ന പ്രക്രിയ ഏതാണ്? അത് ദഹനം അഥവാ ഡൈജഷൻ ആണ് കേട്ടോ. ഇനി ദഹിച്ച ആഹാരം ശരീരം സ്വീകരിക്കുന്ന പ്രക്രിയ ഏതാണ്? ദഹിച്ച ആഹാരം ശരീരം സ്വീകരിക്കുന്ന പ്രക്രിയ ചോദിച്ചാൽ അത് ആഗീരണമാണ് കേട്ടോ. ആഗീരണം. ഇനി ആഗിരണം ചെയ്യപ്പെട്ട ആഹാര ഘടകങ്ങൾ ശരീരത്തിന്റെ ഭാഗമാകുന്ന പ്രക്രിയ ഏതാണ്? ആഗിരണം ചെയ്യപ്പെട്ട ആഹാര ഘടകങ്ങൾ ശരീരത്തിന്റെ ഭാഗമാകുന്ന പ്രക്രിയ ചോദിച്ചാൽ അത് സ്വാംശീകരണമാണ്. ഇനി ശാരീരിക പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാവുന്നതും ശരീരത്തിന് ആവശ്യമില്ലാത്തതുമായ വസ്തുക്കളെ ശരീരം പുറന്തള്ളുന്ന പ്രക്രിയ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? അത് വിസർജനം എന്നറിയപ്പെടുന്നത് കേട്ടോ. ഇതാണ് ശാരീരിക പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്നതും ശരീരത്തിന് ആവശ്യമില്ലാത്തതുമായ വസ്തുക്കളെ ശരീരം പുറന്തള്ളുന്ന പ്രക്രിയ ഏതാണ്? അത് വിസർജനമാണ്. ഇനി 46ാമത്തെ ക്വസ്റ്റ്യൻ, കൂടുതൽ ശരിയായത് തിരഞ്ഞെടുക്കുക. പാൻക്രിയാസ് ഒരു ദഹന ഗ്രന്ഥിയാണ്. ഓപ്ഷൻ ബി പറയുന്നത് പാൻക്രിയാസ് ഒരു അന്തസ്രാവി ഗ്രന്ഥിയാണ്. ഓപ്ഷൻ സി പറയുന്നത് പാൻക്രിയാസ് ഒരു ദഹന ഗ്രന്ഥിയും അന്തസ്രാവി ഗ്രന്ഥിയുമാണ്. ഓപ്ഷൻ ഡി പറയുന്നത് പാൻക്രിയാസ് അന്നപഥത്തിന്റെ ഒരു ഭാഗമാണ്. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി, പാൻക്രിയാസ് ഒരു ദഹന ഗ്രന്ഥിയും അന്തസ്രാവി ഗ്രന്ഥിയുമാണ് കേട്ടോ. പാൻക്രിയാസ് എന്ന് പറയുന്നത് ഒരു ദഹന ഗ്രന്ഥിയുമാണ്, അന്തസ്രാവി ഗ്രന്ഥിയുമാണ് കേട്ടോ. ഇനി 47ാമത്തെ ക്വസ്റ്റ്യൻ, ഏത് ചെടിയുടെ കറയിൽ നിന്നാണ് ഓപ്പിയം വേർതിരിച്ചെടുക്കുന്നത്? ഓപ്ഷൻ എ കൊക്ക പ്ലാന്റ്, ഓപ്ഷൻ ബി കഞ്ചാവ് ചെടി, ഓപ്ഷൻ സി പോപ്പി ചെടി, ഓപ്ഷൻ ഡി മരുത് ചെടി. അത് ഓപ്ഷൻ സി പോപ്പി ചെടിയാണ് കേട്ടോ. ഏത് ചെടിയുടെ കറയിൽ നിന്നാണ് ഓപ്പിയം വേർതിരിച്ചെടുക്കുന്നത്? അത് പോപ്പി ചെടിയാണ്. ഇനി 48ാമത്തെ ക്വസ്റ്റ്യൻ, പുകവലിയിലൂടെ ഉണ്ടാകുന്ന ഒരു രോഗം. ഓപ്ഷൻ എ ക്ഷയം, ഓപ്ഷൻ ബി എംഫിസിമ, ഓപ്ഷൻ സി ന്യൂമോണിയ, ഓപ്ഷൻ ഡി ഹെപ്പറ്റൈറ്റിസ്. അത് ഓപ്ഷൻ ബി എംഫിസിമയാണ് കേട്ടോ. പുകവലിയിലൂടെ ഉണ്ടാകുന്ന ഒരു രോഗമാണ് എംഫിസിമ. വേറൊരു രോഗം ഏതാണ്? ബ്രോങ്കൈറ്റീസ്. ബ്രോങ്കൈറ്റീസ് ഒക്കെ എന്താണ്? പുകവലിയിലൂടെ ഉണ്ടാകുന്ന രോഗമാണ്. ഇനി 49ാമത്തെ ക്വസ്റ്റ്യൻ, ശരിയായ ജോഡി ഏത്? ഞാൻ കുറച്ച് ജീവകം പറയും, അതിന്റെ അപര്യാപ്തത രോഗം പറയണം. ജീവകം എയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? ജീവകം എയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം അത് നിശാന്തതയാണ്. ഇനി ജീവകം ബിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? ജീവകം ബിയുടെ അഭാവം മൂലം ഉണ്ടാകുന്നത് അത് ബെറിബെറിയാണ്. ഇനി ജീവകം സിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? ജീവകം സിയുടെ അഭാവം മൂലം ഉണ്ടാകുന്നത് അത് സ്കർവിയാണ്. ജീവകം ഡിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? ജീവകം ഡിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം റിക്കറ്റ്സ് അഥവാ കണയാണ് കേട്ടോ. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ. ഓപ്ഷൻ സി. 50ാമത്തെ ക്വസ്റ്റ്യൻ, ശരീരത്തിലെ രോഗപ്രതിരോധ സംവിധാനം ഒരുക്കുന്ന രക്തകോശങ്ങൾ ഏതാണ്? ഓപ്ഷൻ എ അരുണ രക്താണുക്കൾ, ഓപ്ഷൻ ബി ശ്വേത രക്താണുക്കൾ, ഓപ്ഷൻ സി പ്ലേറ്റ്ലെറ്റുകൾ, ഓപ്ഷൻ ഡി ഫൈബ്രനോജനുകൾ. അത് ഓപ്ഷൻ ബി ശ്വേത രക്താണുക്കളാണ് കേട്ടോ. ശരീരത്തിലെ രോഗപ്രതിരോധ സംവിധാനം ഒരുക്കുന്ന രക്തകോശങ്ങൾ ഏതാണ്? അത് ശ്വേത രക്താണുക്കളാണ്. ഇനി പ്രധാന ശ്വേത രക്താണുക്കൾ ഏതൊക്കെയാണ്? അത് ന്യൂട്രോഫില്, ബേസോഫില്, ഈസ്നോഫില്, മോണോസൈറ്റ്, ലിംബോസൈറ്റ്. ഏതൊക്കെയാണ്? ന്യൂട്രോഫില്, ബേസോഫില്, ഈസ്നോഫില്, മോണോസൈറ്റ്, ലിംബോസൈറ്റ്. ഇതൊക്കെ എന്താണ്? ശ്വേതരക്താണുക്കളാണ്. ഇനി ബാക്ടീരിയയെ വിഴുങ്ങി നശിപ്പിക്കുകയും ബാക്ടീരിയയെ നശിപ്പിക്കുന്ന രാസവസ്തുക്കൾ നിർമ്മിക്കുകയും ചെയ്യുന്ന ശ്വേതരക്താണു ഏതാണ്? ബാക്ടീരിയയെ വിഴുങ്ങി നശിപ്പിക്കുകയും ബാക്ടീരിയയെ നശിപ്പിക്കുന്ന രാസവസ്തുക്കൾ നിർമ്മിക്കുകയും ചെയ്യുന്ന ശ്വേതരക്താണു ചോദിച്ചാൽ അത് ന്യൂട്രോഫില്ലാണ് കേട്ടോ. ഏതാണ്? ന്യൂട്രോഫില്ലാണ്. ഇനി ശ്വേതരക്താണുക്കളെ ഉത്തേജിപ്പിക്കുകയും രക്തക്കുഴലുകൾ വികസിപ്പിക്കുകയും ചെയ്യുന്ന ശ്വേതരക്താണു ചോദിച്ചാൽ അത് ബേസോഫില്ലാണ് കേട്ടോ. ബേസോഫില്. എന്താണ്? ശ്വേതരക്താണുക്കളെ ഉത്തേജിപ്പിച്ച് രക്തക്കുഴലുകളെയൊക്കെ വികസിപ്പിക്കുന്നത് അത് ബേസോഫില്ലാണ്.
ഇനി അന്യവസ്തുക്കളെ നശിപ്പിക്കുന്ന രാസവസ്തുക്കൾ ഉണ്ടാക്കുകയും വീങ്ങൽ പ്രതികരണത്തിന് ആവശ്യമായിട്ടുള്ള രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ചെയ്യുന്നത് ഈസ്നോഫിൽ ആണ് കേട്ടോ, ഈസ്നോഫിൽ. ഇനി രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന ശ്വേതരക്താണു ഏതാണ്? രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന ശ്വേതരക്താണു ചോദിച്ചാല് അത് മോണോസൈറ്റും, രോഗാണുക്കളെ പ്രത്യേകം തിരിച്ചറിഞ്ഞ് നശിപ്പിക്കുന്ന ശ്വേതരക്താണു ചോദിച്ചാൽ അത് ലിംബോസൈറ്റും ആണ് കേട്ടോ. ഏതാണ്? ലിംബോസൈറ്റ്. ഒന്നുകൂടെ പറയാം. ബാക്ടീരിയയെ വിഴുങ്ങി നശിപ്പിക്കുകയും ബാക്ടീരിയയെ നശിപ്പിക്കുന്ന രാസവസ്തുക്കളെ നിർമ്മിക്കുകയും ചെയ്യുന്ന ശ്വേതരക്താണുവാണ് ന്യൂട്രോഫില്. ഇനി മറ്റു ശ്വേതരക്താണുക്കളെ ഉത്തേജിപ്പിക്കുന്നു, രക്തക്കുഴലുകൾ വികസിപ്പിക്കുന്നു. എന്താണ്? മറ്റ് ശ്വേതരക്താണുക്കളെ ഉത്തേജിപ്പിക്കുകയും രക്തക്കുഴലുകൾ വികസിപ്പിക്കുകയും ചെയ്യുന്ന ശ്വേതരക്താണു ബേസോഫില്. ഇനി അന്യവസ്തുക്കളെ നശിപ്പിക്കുന്ന രാസവസ്തുക്കൾ ഉണ്ടാക്കുന്നു, വീങ്ങൽ പ്രതികരണത്തിന് ആവശ്യമായിട്ടുള്ള രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഇത് ഏതാണ്? അത് ഈസ്നോഫിൽ ആണ് കേട്ടോ, ഈസ്നോഫിൽ ആണ്. ഇനി രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്നു ഏത്? മോണോസൈറ്റ്. രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന ശ്വേതരക്താണുവാണ് മോണോസൈറ്റ്. ഇനി രോഗാണുക്കളെ പ്രത്യേകം തിരിച്ചറിഞ്ഞ് നശിപ്പിക്കുന്ന ശ്വേതരക്താണു ചോദിച്ചാൽ അത് ലിംബോസൈറ്റ് ആണ്. ഏതാണ്? ലിംബോസൈറ്റ് ആണ്. അപ്പം നമ്മൾ ഇന്ന് 50 ക്വസ്റ്റ്യൻ ആണ് നോക്കുന്നത്. ബാക്കി എന്താണ് സ്പെഷ്യൽ ടോപ്പിക് ആണ്. അപ്പം നമ്മളെ ക്ലാസ് ഇന്ന് വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക് യു.